ഹലോ എവരിവൺ, ഹൗ ആർ യു? ഞാൻ സമീറ, മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നിന്നാണ് വരുന്നത്. ട്രെയിൻ ദ ട്രെയിനർ 12th ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. വിംബിൾ അക്കാദമിയുടെ ട്രെയിനേഴ്സ് സ്റ്റോക്കിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ട്രെയിനേഴ്സ് സ്റ്റോക്കിൽ വിംബിൾ അക്കാദമിയുടെ ട്രെയിൻ ദ ട്രെയിനർ പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞവരാണ് ഇതിൽ അവതാരകരായി എത്തുന്നത്. നാം എല്ലാവരും നല്ലൊരു ട്രെയിനർ ആവുക എന്നൊരു ഉദ്ദേശത്തോടെയാണല്ലോ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ളത്. അതിനുവേണ്ടി ഒന്നുകൂടി ശക്തരായി മുന്നോട്ട് വരാൻ ഇത്തരം ട്രെയിനേഴ്സ് ടോക്ക് പോലുള്ള വേദികൾ നമ്മെ സഹായിക്കുന്നതാണ്. ഇന്ന് ഇവിടെ ക്ലാസ് എടുക്കാൻ വരുന്നത് റസീന മാം ആണ്. കണ്ണൂർ ജില്ലയിൽ നിന്നാണ് മാം എത്തുന്നത്. മാം അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂൾ പ്രിൻസിപ്പൾ ആണ്. കൂടാതെ മാം ഡിഗ്രി, അൽഫിത്രൻ TTC, ടാലി, ഡിപ്ലോമ ഇൻ കൗൺസിൽ എന്നിവ കഴിഞ്ഞതാണ്. അതുകൂടാതെ ഒരു റെമഡിയൽ ട്രെയിനർ കൂടെയാണ്. മാം ഇന്ന് ഇവിടെ എടുക്കുന്ന ടോപ്പിക്ക് സെപ്പറേഷണൽ ആങ്സൈറ്റി ആണ്. അതായത് വീട് വിട്ട് നിൽക്കുന്ന, മാതാപിതാക്കളെ വിട്ട് മാറി നിൽക്കുന്ന കുട്ടികളിൽ ഉണ്ടാവുന്ന ഒരു ഭയമാണ് സെപ്പറേഷണൽ ആങ്സൈറ്റി എന്ന് പറയുന്നത്. അപ്പോ ഇപ്പോ സ്കൂൾ തുറക്കാൻ പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത് വളരെ റെലവന്റ് ആയ ഒരു ടോപ്പിക് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് റസീന മാമിനെയും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ മാസ്റ്റർ ട്രെയിനറായ ഫൈസൽ സാറിന് ഞാൻ മൈക്ക് കൈമാറുകയാണ്. താങ്ക് യു ഓൾ. താങ്ക് യു സാർ. താങ്ക് യു സമീറ മാം. സന്തോഷം. സോ വളരെ നന്നായിട്ട് തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. താങ്ക് യു സമീറ മാം. സോ ഹലോ എവരിവൺ. സോ ട്രെയിനേഴ്സ് ടോക്കിന്റെ 31ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇന്ന് നമ്മളോട് സംവദിക്കുന്നത് റസീന മാം ആണ്. സോ സെപ്പറേഷൻ ആങ്സൈറ്റി എന്നുള്ളത് ഒരുപക്ഷെ നമ്മളെല്ലാവരും ഒരുപക്ഷെ നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാകും, അതല്ലെങ്കിൽ നമ്മുടെ മക്കള് അനുഭവിക്കാൻ സാധ്യതയുള്ള ഒന്നായിരിക്കും സെപ്പറേഷൻ ആങ്സൈറ്റി എന്നുള്ളത്. അപ്പൊ അതിനെങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണം? എന്താണ് സെപ്പറേഷൻ ആങ്സൈറ്റി എന്നുള്ളത്? വിശേഷിച്ചും ഇന്നത്തെ കാലത്ത് പാരന്റിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു ചർച്ചയിൽ പങ്കെടുത്ത സമയത്ത് അതിലൊരു കുട്ടി, ഒരു സ്റ്റുഡന്റ് വളരെ ഇമോഷണലി പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളെ നോക്കാൻ അറിയില്ലെങ്കിൽ ഞങ്ങളെ പ്രസവിക്കരുത് എന്നുള്ളൊരു കാര്യം ആ കുട്ടി. കാരണം ആ കുട്ടിയുടെ ഒരു പാരന്റിങ്ങിൽ വന്ന ഒരു പ്രയാസം കൊണ്ട്, പ്രശ്നം കൊണ്ട് ഇന്ന് ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് ഇമോഷണലി കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ കുട്ടികള് പാരന്റ്സിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഞങ്ങളെ നോക്കാൻ അറിയില്ലേ, ഞങ്ങളോട് സംസാരിക്കാൻ അറിയില്ലേ, ഞങ്ങളെ വളർത്താൻ അറിയില്ലേ എന്ന് തിരിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ കുട്ടികളെ വളർത്തുക എന്ന് പറയുന്നത് ഏതൊരു കുട്ടിയായി കഴിഞ്ഞാലും ഇൻഡിവിജ്വൽ ആണ്, അവർ യുണീക്ക് ആണ്. മറ്റൊരു കുട്ടിയെ കാണുന്നത് പോലെയല്ല നമ്മളെ കുട്ടികളെ കാണേണ്ടത്, വളർത്തേണ്ടത്. മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഒരു റെമഡിയേഷൻ അല്ല നമ്മുടെ കുട്ടിക്ക് കൊടുക്കുക, മറ്റൊരു കുട്ടിക്ക് കൊടുക്കുന്ന കൗൺസിലിംഗ് അല്ല നമ്മുടെ കുട്ടിക്ക് കൊടുക്കുക. ഇങ്ങനെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സോ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികള് ആരാണ്, അവരുടെ സ്വഭാവം എന്താണ്, അവരെങ്ങനെയാണ് വളർന്നു വന്നിട്ടുള്ളത്, അവരെന്തൊക്കെയാണ് കഴിക്കുന്നത്, അവരെന്തൊക്കെയാണ് ആവശ്യപ്പെടുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങൾ നമ്മളെ കുട്ടികളെ വളർത്തുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ കൊടുക്കേണ്ടതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുക പേരൻസിന് തന്നെയാണ്. ഏതൊരു സൈക്കോളജിസ്റ്റിനായി കഴിഞ്ഞാലും കൗൺസിലർ ആയി കഴിഞ്ഞാൽ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഏറ്റവും കൂടുതലായിട്ട് അവരിലേക്ക് ഏറ്റവും അടുക്കാനും അവരെ നേർവഴിക്ക് നടത്താനും ഒക്കെ സാധിക്കുന്നത് പാരൻസിന് തന്നെയാണ്. അപ്പൊ ആ രീതിയിലാണ് പാരന്റിങ് എന്നത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് സെപ്പറേഷൻ ആങ്സൈറ്റി എന്നുള്ള ഒരു വിഷയത്തിൽ, വിശേഷിച്ചും സ്കൂളുകളൊക്കെ തുറക്കാൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികൾ പലപ്പോഴും അനുഭവിക്കുന്ന ഒരു ഘടകമാണ് വേർപിരിഞ്ഞു നിൽക്കുക. അത് വീട്ടിൽ നിന്നായി കഴിഞ്ഞു കഴിഞ്ഞാലും മാതാപിതാക്കളിൽ നിന്നായി കഴിഞ്ഞാലും ഒക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പലപ്പോഴും ഈവൻ ടീച്ചേഴ്സിന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതിനെയൊക്കെ വെച്ചുകൊണ്ടായിരിക്കും ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മുടെ മുന്നോട്ട് പോവുക. സെഷന്റെ അവസാനത്തിൽ നമുക്ക് ചർച്ചയ്ക്കുള്ള അവസരം ഉണ്ടാകും. സോ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നത് നമ്മുടെ ഒന്നാമത്തെ ട്രെയിനേഴ്സ് ട്രെയിൻ ബാച്ചിന്റെ 1ാമത്തെ ബാച്ചിൽ നിന്ന് പുറത്തിറങ്ങിയ റസീന മാം ആണ്. സോ റസീന മാം കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. സോ ഈ ഒരു വിഷയം വളരെ മനോഹരമായി തന്നെ മാമിന് കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്.
സോ നന്നായി പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി റസീന മാമിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഓക്കെ സർ. ഓക്കെ സർ, താങ്ക് യു. അസ്സലാമു അലൈക്കും. ഹലോ. യെസ്, ഓഡിയബിൾ ആണ് കേട്ടോ, കേൾക്കുന്നുണ്ട്. ഓക്കെ. അസ്സലാമു അലൈക്കും. ഗുഡ് ഈവനിങ് എവരിവൺ. പിന്നെ ഇവിടെ വന്ന എന്റെ ക്ലാസ് കേൾക്കാൻ പോകുന്ന എല്ലാ ഡിയേഴ്സിനും എന്താ പറയാ, വെൽക്കം. ഓക്കെ. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സെപ്പറേഷൻ ആൻസൈറ്റി അല്ലേ. കൊച്ചുനാള് മുതൽ തന്നെ നമ്മൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പക്ഷെ നമ്മളെ ഒരു ടൈമിന്, എൻ്റെ ഒക്കെ ഒരു ടൈമിന് നമ്മൾ അത്ര അറിഞ്ഞില്ല എന്ന് വിചാരിക്കാം. പക്ഷെ ഇപ്പോഴുള്ള മക്കൾസ് തന്നെ എന്താണ്, അവർക്ക് ഒരുപാട് സ്നേഹ വേണ്ടത്, ഒരുപാട് കരുതലാണ് പാരന്റ്സിൻ്റെ ആയാലും റിലേറ്റീവ്സിൻ്റെ ആയാലും വേണ്ടത്. ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട് നമ്മളൊക്കെ അത്ര വിഷമിച്ചിട്ടുണ്ടോ, എനിക്കൊക്കെ ഇങ്ങനെ തോന്നിയിട്ടുണ്ട് ആ ടൈം. പക്ഷെ നൗഡേയ്സ് മക്കൾസ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് സ്നേഹവും കരുതലൊക്കെ വേണ്ടത്. ഇതിനിടെ മോളെന്നെ ഈ ക്ലാസ് എടുക്കുന്ന പറയുമ്പോ എന്റെ മോള് പറയണ്ടായി, ഉമ്മയൊക്കെ അന്ന് ആ ടൈമിൽ എന്നെ പറ്റിച്ചിട്ടല്ലേ പോയത്, കുളിക്കണം, ജോബ് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് വേഗം വരാൻ നാട്ടിലേ പോകുന്നത്. അപ്പൊ നമ്മളെപ്പോഴും പുറത്ത് നോക്കി ഇരിക്കല്ലേ ഉമ്മ, അങ്ങനെ അന്ന് ചെയ്തിട്ടില്ലേ. പക്ഷെ ഇന്നാണ് നമുക്കും അത് മനസ്സിലായത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്നല്ല, നമുക്ക് ഇപ്പോഴും ആ ഒരു വിഷമമുണ്ട്, വേഗം സ്കൂളിൽ പോയിട്ട് വേഗം വീട്ടിൽ വരണം അല്ലെ. അപ്പൊ നമ്മൾ കുഞ്ഞുനാൾ മുതൽ, അതായത് ഒരു 4 months അല്ലെങ്കിൽ ഒരു 6 months മുതൽ നമ്മൾ തുടങ്ങുകയാണ് നമ്മളെ മക്കൾസ്. നമ്മൾ റൂമിൽ നിന്ന് അങ്ങ് മാറി നിൽക്കും. ചെറിയ കൊച്ചുങ്ങൾ അല്ലെ, ഇൻഫാൻസ് കരയാൻ തുടങ്ങും. ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലെ. നമ്മൾ അതായത് പാരന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ഉപ്പ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ, അവരോടത്തൊക്കെ നമ്മളിങ്ങനെ അടുത്ത് നിൽക്കുക. അല്ലാത്ത അവരുടെ അടുത്ത് നിന്ന് അത്ര വിഷമം ഉണ്ടാവില്ല. നമ്മൾ അടുത്തുള്ളവർ ഒന്ന് മാറി ഒരു ബെഡിൽ നിന്ന് മാറും അല്ലെങ്കിൽ റൂമിൽ നിന്ന് മാറും, ആ കുട്ടിക്ക് ഒരു ഇതുണ്ടാവും, എന്താ പറയാ, ഒരു സൈറ്റിൽ അവർക്ക് അത് മനസ്സിലാവാൻ പറ്റുന്ന പറയുന്നത്. 6 മാസം മുതൽ 3 വയസ്സ് വരെ അവർക്ക് നമ്മളെ പാരന്റ്സിനെ വിട്ട് നിൽക്കാനേ പറ്റില്ല. അപ്പൊ വൺസ് അഗൈൻ ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ല. ഐ ആം റസീന ഫ്രം കണ്ണൂർ. ഞാൻ ഒരു ടീച്ചറാണ്, പിന്നെ അൽഫിത്ര സ്കൂളിലെ പ്രിൻസിപ്പളാണ്, പിന്നെ മോട്ടിവേഷണൽ സ്പീക്കറാണ്, റെമഡിയൽ ട്രെയിനറാണ്. ഇതൊക്കെ ചെയ്തുകൊണ്ട് വരികയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ക്ലാസ് എടുക്കുകയാണ്, സെപ്പറേഷൻ ആൻസൈറ്റി. അപ്പൊ ഞാൻ തുടക്കം തന്നെ പറഞ്ഞല്ലേ, നമ്മളെ മക്കൾക്ക് എന്തുകൊണ്ടാണ് ചെറുത് മുതൽ, അതായത് 4 months മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സെപ്പറേഷൻ. പക്ഷെ വലുതായി വരുന്നതിന് അതിന്റെ ആക്കം കൂടാണ്. അപ്പൊ അങ്ങനെ നമ്മൾ എവിടെ എത്തി വരുന്നത്, നമ്മളിപ്പോ സ്കൂളിൽ തുറക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ പുതിയ ന്യൂ അക്കാഡമിക് ഇയറിലേക്ക് നമ്മൾ LKG അല്ലെങ്കിൽ എൻ്റെ സ്കൂളിൽ തന്നെ ബിഗിനേഴ്സ് എന്ന് പറയാം, അവരിലേക്ക് വരികയാണ്. അവർ ഇനിയിപ്പോ അക്കാഡമിക് ഇയർ റെഡി ആവുന്നുണ്ടോ അല്ലെ സ്കൂളിലേക്ക് വരാൻ. അപ്പൊ അതാണ് എന്റെ ടോപ്പിക്. എന്താന്ന് വെച്ചാല് ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കുട്ടിക്ക് ആദ്യം പ്രിപ്പയർ ചെയ്തു കൊടുക്കുക. സ്കൂളിൽ പോവാണ്, നമുക്ക് പഠിക്കണം, ബാഗ് വാങ്ങിക്കണം, അതിനുള്ള സാമഗ്രികൾ അല്ലെ എന്തൊക്കെയാ ഉള്ളത്, ആ ഐറ്റംസ് ഒക്കെ വാങ്ങണം. അപ്പൊ അവരോട് ചോദിക്കാം, നമ്മൾ തന്നെ ഫസ്റ്റ് നമുക്ക് സ്കൂളിൽ പോകേണ്ടതല്ലേ, പിന്നെ ഷോപ്പിൽ പോകുമ്പോൾ ചോദിക്കാം എന്താ വാങ്ങണ്ടേ, സ്കൂളിലേക്ക് എന്തൊക്കെ ഐറ്റംസാ വേണ്ടത്, എല്ലാ കാര്യത്തിലും ആ കുഞ്ഞുമക്കൾ ഉൾപ്പെടുത്തുക. അപ്പൊ ഉൾപ്പെടുത്തുമ്പോൾ അവർ സ്നേഹിക്കാൻ തുടങ്ങും. ആ ഒരു സെപ്പറേഷൻ, സ്കൂളിലേക്ക് പോയിട്ടുള്ള ആ ടെൻഷൻ ഉണ്ടല്ലോ, ആ ആൻസൈറ്റി, അതില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴേ പാരന്റ്സ് എന്ത് ചെയ്യുക, ഇങ്ങനെ ഓരോ കാര്യത്തിലും അവർ ഉൾപ്പെടുത്തുക. ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ ഉൾപ്പെടുത്തിയിട്ട് ചില ഫാദേഴ്സും മദേഴ്സും ഒക്കെ പറയും മക്കൾ എടുത്തിട്ട് പോണ്ടേ അല്ലെ, ബോട്ടിൽ വാങ്ങിക്കാൻ അല്ലെങ്കിൽ ബുക്സ് വാങ്ങിക്കാൻ. പക്ഷെ അങ്ങനെയല്ല, അങ്ങനെ വിചാരിക്കാനേ പാടില്ല. നമ്മൾ സ്കൂൾ കാര്യങ്ങൾ അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം, എന്നാൽ അത് മുന്നോട്ടുള്ള കാര്യത്തിൽ പഠിപ്പിലായാലും അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഓരോ ഇത് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ സ്കൂളിലേക്ക് മാറിപ്പോയിട്ട് കുറച്ച് ടൈമേ നമ്മളെ വിട്ട് നിങ്ങൾ മാറുന്നുള്ളൂ. അപ്പൊ ആ ടൈമിൽ നിങ്ങൾക്ക് നല്ലൊരു ടീച്ചേഴ്സിനെ കിട്ടും, നല്ലൊരു ആന്റിമാരെ കിട്ടുക. അപ്പൊ ആ സ്നേഹത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഫസ്റ്റ് ചെയ്യേണ്ടത് അതാണ്, നമ്മൾ മക്കളെ അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇപ്പൊ ചില പാരന്റ്സ് പറയുന്നേക്കാം, നീ സ്കൂൾ തുറക്കുന്നവരേ ഉള്ളൂ നിന്റെ കുരുത്തക്കേട്, ഞാൻ മാറ്റിത്തരാ പറയും, അതുവരെ ഉള്ളൂ. അങ്ങനെ പറയരുത്. അവരിഷ്ടപ്പെടുത്താം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മാമുമാര്, നല്ല മാമുമാര്, അവര് കളിക്കാൻ എവിടെ ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ട് വലിയ ആളാവണ്ടേ പഠിച്ചിട്ട്, അതിനൊക്കെ ആ മാമുമാര് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ മക്കളെ ആ ഒരു ടോണിൽ അവരിലേക്ക് കടന്നു ചെന്ന് അതുപോലെ ആക്കാം. പിന്നെ അതേപോലെ അവരിപ്പോ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവരെ കൂടെ നിൽക്കുക. കുറേ ടൈം സ്പെൻഡ്, പിന്നെ വർക്ക് ചെയ്യുന്ന പാരന്റ്സ് ആയിരിക്കും. അപ്പൊ അവർ വർക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹരിബറി ജോലിയായിരിക്കും. അതിൽ നിന്ന് കുറച്ച് മാറി നിന്നിട്ട്
അവരെ കൂടുതൽ അവരെ അടുത്തുനിന്ന് ചോദിക്കാം, നീക്ക് സ്കൂളിലേക്ക് റെഡിയായി അല്ലോ, സ്കൂളിൽ ഇന്ന് എന്തൊക്കെയാ നടന്നത്, അല്ലേ ഇന്ന് എന്തൊക്കെ ചെയ്ത്, ഇന്ന മാമന്മാരൊക്കെ മാം കാണിച്ചൊക്കെ പറഞ്ഞല്ലോ നല്ല മോനെ. ചിലപ്പോ അന്ന് ആ മോൻ മുഴുവൻ കരച്ചിലായിരിക്കും, അല്ലെങ്കിൽ അവിടെ ശ്രദ്ധിച്ചിട്ടേ ഉണ്ടാവില്ല. പക്ഷെ അത് പറഞ്ഞു കൊടുക്കാം മോനോട്, ആ ഇങ്ങനെയാണല്ലോ ഉണ്ടായത്. അപ്പൊ മോൻ കഥകൾ പറയാൻ തുടങ്ങും. ഇപ്പോഴും ചില കുട്ടികളുണ്ട്, ഞാൻ റെമഡിയൽ ട്രെയിനിങ് ഒക്കെ എടുക്കുമ്പോൾ ഒരു പാരന്റ് പറഞ്ഞു, അവൻ ഇന്ന് വരെ സ്കൂളിലെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല മാം. പക്ഷെ ഞാൻ ക്യാമ്പിലും റെമഡിയൽ ട്രെയിനിങ്ങിലും ഒക്കെ അറ്റൻഡ് ചെയ്തപ്പോ ആ മോൻ പറയാൻ തുടങ്ങി എന്നാ പറഞ്ഞു. ഞാൻ അവനോട് എപ്പോഴും പറയാം, എന്താ ഇന്ന് ഉണ്ടായേ, ഇന്ന് വീട്ടിലെന്താ വിശേഷം, ഇന്ന് എന്താ മോൻ ഫുഡ് കഴിച്ചാ. അപ്പൊ അവനിങ്ങനെ കഥകൾ പറയാൻ തുടങ്ങി. അപ്പൊ നമ്മൾ അവർക്ക് ടൈം കൊടുക്കണം, അവരെ കൂടെ നിന്നിട്ട് സ്പെൻഡ് ചെയ്യണം. അത് അങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ മാറ്റി നിർത്താൻ പറ്റുക. ഓക്കെ. പിന്നെ അവർക്ക് ചില നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവർക്ക് നമ്മൾ അവരെ നിർബന്ധിച്ച് നിർത്തിക്കുകയൊക്കെ ചെയ്യും, അല്ലെ. ഇന്നൊരു പാരന്റിനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ടൗണിലൊക്കെ പോകും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ, എന്തെങ്കിലും റിലേറ്റീവ്സിന് അങ്ങനെ നിർബന്ധിച്ചിട്ട് നിർത്തിക്കുക. അതിലും നല്ലത് കുട്ടികളെ നിങ്ങളെ കൂടെ നിർത്തിക്കുക. അല്ലെങ്കിൽ ഈ ആൻസൈറ്റി, ഇങ്ങനെ കുട്ടിക്ക് ഉണ്ടാകുന്ന ടെൻഷൻ ഉണ്ടല്ലോ, ഈ ആൻസൈറ്റി ഉൾക്കൊണ്ട് എന്ത് ചെയ്യും, വർദ്ധിച്ചിട്ട് അത് ആൻസൈറ്റി ഡിസോർഡർ ആയിട്ട് മാറും. അപ്പൊ അതിനുണ്ടാവരുത്. ഇത് നമ്മളെ കുട്ടികളെ ഡെവലപ്മെന്റിനുള്ള ഒരു സ്റ്റേജാണ്. അങ്ങനെ മാത്രം ഒരു അവസ്ഥയാണെന്ന് മാത്രം വിചാരിച്ചിട്ട് കൊണ്ടുപോകും. അതിൽ കൂടുതലാക്കാൻ നിങ്ങൾ ടൈം കൊടുക്കരുത്. നമ്മൾ അവരെ കൂടെ തന്നെ നിൽക്കുക. പിന്നെ എല്ലാ കാര്യം നമ്മൾ അവർക്ക് എന്തുകൊണ്ട് ഇത്ര കൂടുതൽ പേടി. സ്കൂളിലേക്ക് ചില കുട്ടികൾ വരുമ്പോണ്ട് ഉമ്മമാർ പറയും, മിസ്സേ വരാൻ ഇഷ്ടേയില്ല, രാവിലെ അവർ എഴുന്നേൽക്കുന്നില്ല. പക്ഷെ ആ ടൈമേ അവർക്കുള്ളൂ. പക്ഷെ പിന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി നമ്മളെ കൂടെ നല്ല മിങ്കിളായിട്ട് ഫുഡ് കഴിക്കും, പഠിപ്പിക്കുന്നതൊക്കെ കേൾക്കും. പക്ഷെ ഉമ്മമാര് ഒരു നിഴൽ പോലെ സ്കൂൾ വിടുന്ന ടൈം കണ്ടാൽ മതി അവർ കരയാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്ന് എന്താന്ന് വെച്ചാൽ, അവര് വരും, സ്കൂളിൽ വന്നതിന് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അത് തലേന്ന് അങ്ങനെ പറയുന്നത്, നിങ്ങളോട് വീട്ടിൽ നിന്ന് പറഞ്ഞാൽ പോവില്ല, എനിക്ക് സ്കൂൾ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മളിപ്പോ വീഡിയോസ് ഒക്കെ അയച്ചു കൊടുക്കലാണ് പാരന്റ്സിന്, മക്കൾ ഇവിടെ ഹാപ്പിയാണ്. ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ പോസ്റ്റ് ചെയ്യും. അവർക്ക് ഒരു സങ്കടം ഉണ്ടാവാറില്ല. കരഞ്ഞിട്ടുണ്ടാവും ജസ്റ്റ്, മമ്മക്ക് അയക്കേണ്ട ഒരു പിക്ക് എന്ന് പറഞ്ഞാൽ അപ്പാട് എന്ത് ചെയ്യും, നമ്മളെ കൂടെ നിൽക്കും അവര്, ഫോട്ടോ എടുക്കാൻ എന്തിനായാലും. ഓക്കെ. പിന്നെ ഇങ്ങനെ ആൻസൈറ്റി കൂടുതലായിട്ട് കാണുന്നത് ഏത് മക്കൾക്കാന്ന് വെച്ചാൽ, ചിൽഡ്രൻ പിന്നെ ഹൂസ് പാരന്റ്സ് ആർ ഓവർ പ്രൊട്ടക്റ്റീവ്. നമ്മൾ ചില മക്കൾ നമ്മൾ ഓവറായിട്ട് നമ്മൾ അവരെ പ്രൊട്ടക്ട് ചെയ്യും. എന്ത് അവര് ചെയ്യുമ്പോഴും നമ്മൾ പറയും അത് ചെയ്യല്ല ഇത് ചെയ്യല്ല, വീഴും. അങ്ങനെ ഇപ്പൊ കുട്ടികൾ ഒരു ബെഡിൽ കയറി കളിക്കാണ്, അപ്പൊ അതിനെ റെസ്ട്രിക്ട് ചെയ്യും, നിങ്ങൾ തുള്ളരുത്, ചാടരുത്, അവിടെ വീണ് പോ, അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ അവരെ നോക്കി നിൽക്കുക, അവർ ചെയ്യട്ടെ, തുള്ളട്ടെ, അല്ലെ ചാടിക്കളിക്കട്ടെ, അത് അവരെ സമയം ഈ ഒരു ഏജിൽ ഉണ്ടാവുന്നതാണ്. അപ്പൊ എന്തിന് റെസ്ട്രിക്ഷൻ കൊടുത്തതിന് നിങ്ങൾ ഓവർ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ ഉണ്ടാവും. അങ്ങനത്തെ കുട്ടികൾക്ക് കുറേ മറ്റുള്ളവരായിട്ട് അടുക്കാൻ വിഷമായിരിക്കും. അവർക്ക് അവരെ പാരന്റ് ആയിട്ടുള്ള ഒരു ഇതേ ഉണ്ടാവും, കണക്ഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ കുട്ടികളെ കഴിവതും ഈ സ്കൂളിലേക്ക് വിടുന്ന അക്കാഡമിക് ഇയറിലേക്ക് വിടാൻ പറ്റിയ മക്കളാവുമ്പോൾ നമ്മൾ കുറച്ച് അവരെ മറ്റുള്ളവരായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന സദസ്യർ, ചില പാർട്ടിക്കൊന്നും കൂട്ടൂല, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് മറ്റുള്ള മക്കൾസായിട്ട് ഇടപെടുന്നെല്ലാം മാറ്റി നിർത്തും. അങ്ങനെയൊന്നും ഉണ്ടാകുമ്പോൾ നമ്മൾ അവരെ കൂടെ തന്നെ നിൽക്കുക. അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ ഇന്നത് ചെയ്താലാണ് ഇങ്ങനെ. ഒരു ഫ്രണ്ടുമായിട്ട് നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം. എവിടെ പോയാലും എല്ലാവരോടും പേര് ചോദിക്കുക, മോനും ചോദിക്കുക. അങ്ങനെ ഓരോ ഇവിടെ വരുമ്പോഴും നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ സ്കൂളിലേക്ക് പോകുന്ന വഴി നമ്മൾ എന്ത് ചെയ്യണം, ചെറുതിലാ പോകുന്നത്, ചില ഓട്ടോ ആയിരിക്കില്ലല്ലോ. ഞാൻ കുട്ടികളെ കൂടെ ഓട്ടോയിൽ വരെ പോവാറുണ്ട്. അപ്പൊ ഞാൻ കുട്ടിക്ക് പോകുന്ന വഴി വരെ ഞാൻ പറഞ്ഞു കൊടുക്കും. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് നമ്മളെ മക്കൾ എന്ത് ചെയ്യണം, അത് ആ വഴി മനസ്സിലാക്കണം കേട്ടോ. പേടിക്കാനൊന്നും എന്തുണ്ടായാലും ഇങ്ങനെ പറഞ്ഞു, പേടിക്കാനൊന്നും പാടില്ല. ചില കുട്ടികൾ ഒരു പോലീസിനെ കണ്ടപ്പോൾ മാമിനെ പോലീസ് എന്നിട്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കും. അപ്പൊ അതും പറഞ്ഞു കൊടുക്കണം. ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും, അവർ പോലീസ് നമ്മളൊന്നും ചെയ്യില്ല, ഒന്നും കുരുത്തക്കേട് കളിച്ചാലേ ചെയ്യുള്ളൂ. അപ്പൊ മോൻ നല്ല ഇതിൽ നിന്നാൽ അങ്ങനെ ഒരു പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഓരോ കാര്യത്തിലും നമ്മൾ അവരെ കൂടെ നിന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. എന്നാൽ ഇങ്ങനെയുള്ള ആൻസൈറ്റിയും ഡിപ്രഷൻ ഇങ്ങനെ ഒരു ഇത് കുട്ടികൾക്ക് ഡിസോർഡർ ഒന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല, വരൂല. അപ്പൊ നമ്മൾ എന്താക്കാം, പിന്നെ അവരെ കൂടെ നിന്നിട്ട് എല്ലാറ്റിനും ഒരു ഇത് കൊടുക്കുക, സപ്പോർട്ട് കൊടുക്കുക. അപ്പൊ അവർക്ക് തിരിയണം നമ്മളെ പപ്പയും അമ്മയൊക്കെ നമ്മളെ ഇതിന് കൂടെ ഉള്ളവരാണ്. ഓക്കെ. അങ്ങനെ പിന്നെ നമ്മൾ എന്തൊക്കെ കുട്ടികൾ പെട്ടെന്ന് വീണ് പോയാല്, അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികൾ കുറച്ച് ലേറ്റ് ആയാലും നമ്മൾ നെർവസോ പേടിക്കും, അല്ലെ പാരന്റ്സ്. അത് എന്തുണ്ടായാലും വീണാലും കുട്ടികളെ മുന്നിൽ നിന്ന് കാണിക്കാൻ പാടില്ല. അപ്പൊ ചില കുട്ടികൾ എന്താ പറയാ, എൻ്റെ ഒരു ക്ലാസ്സിൽ ഒരു മോള് ചെറിയൊരു ഓപ്പറേഷൻ നടന്നു. ആ കുട്ടി അന്ന് കരയുന്നു വേദനയൊന്നും പറയുന്നില്ല. ആ പാരന്റ് ഇന്ന് ഞാനൊരു ഇതിന് പോയിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടിയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോയതാ. ചെറിയൊരു വയറിന് ഓപ്പറേഷൻ നടന്നു.
ആ മോള് പറയുന്നില്ല എന്നാ പറഞ്ഞ വേദന. എന്താ പറയുന്നത്? മമ്മക്ക് സങ്കടാവൂലേ ഞാൻ പറഞ്ഞാൽ? എനിക്ക് വേദന മമ്മക്ക് ടെൻഷൻ ആവൂലേ? അത് എന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടാ ആ കുട്ടിക്ക് ഉണ്ടായത്? എന്തുകൊണ്ടാ ഉണ്ടായത്? അത് മമ്മ പേടിക്കണം. ആ മമ്മ ഒന്ന് പറഞ്ഞ അവൾ ഇന്ന് പഠിക്കല് കുറച്ച് കുറവാന്ന് അവർ കണ്ണിന്ന് സ്കൂളിൽ നിന്ന് കരയാൻ തുടങ്ങും. അപ്പൊ നമ്മൾ നമ്മളെ മക്കളെ മുന്നിൽ നിന്ന് നെർവസ്നെസ് ഇത് കാണിക്കാൻ പാടില്ല. ടെൻഷൻ ആയിട്ടുള്ള ഇത് ബേജാറ് മക്കളെ മുന്നിൽ നമ്മൾ ഒരിക്കലും കാണിക്കരുത്. നമ്മൾ ബോൾഡായി നിൽക്കുമ്പോൾ അവരും ബോൾഡാവും. പിന്നെ ഓരോ കാര്യങ്ങളായിട്ട് അവർക്ക് നമ്മൾ കോൺഫിഡൻസ് കൊടുക്കുക, എൻകറേജ് ചെയ്യുക. പിന്നെ കഴിവ് നമ്മളെ കുട്ടികളുടെ പ്ലേ ചെയ്യുക. പുറത്ത് പോയിട്ട് പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ കൂടെ നിൽക്കുക അവരുടെ കൂടെ. ഓക്കെ. പിന്നെ നമ്മളിപ്പോ ഒരു സ്കൂളിൽ കൊണ്ടുവിട്ട് അല്ലെങ്കിൽ ഒരു ഡേ കെയറിൽ നമ്മളെ മക്കളെ കൊണ്ടുവിട്ട് അപ്പൊ അവിടുന്ന് പിരിയുമ്പോൾ നല്ല സ്നേഹത്തിൽ ഗുഡ് ബൈ പറഞ്ഞിട്ട് തിരിച്ചു വരണം. അത് മെയിൻ ആണ്. അപ്പൊ കുട്ടികൾക്ക് അത്ര ഒരു ആൻസൈറ്റി ഉണ്ടാകും. കാര്യം പറഞ്ഞു കൊടുക്കാം, അമ്മ ജോബിന് പോണാണ്, അല്ലെ മകള് അല്ലെ മോള് ഇവിടെ വന്നിട്ട് പഠിച്ചാൽ മാത്രമേ മോളൊരു വലിയ കുട്ടിയാവും, മമ്മനെ നോക്കണ്ട. ഓരോ കാര്യങ്ങൾ പക്ഷെ ആ കുട്ടീനെ എന്ത് ചെയ്യണം? നമ്മൾ ഇൻസ്പയർ ചെയ്തുകൊണ്ട് നിൽക്കുക. എന്നാൽ മക്കൾ എന്ത് ചെയ്യൂല? പിന്നെ മിസ് ഇവിടെ ആക്കി കഴിഞ്ഞാൽ മമ്മ വേഗം വരും. അങ്ങനെ വരുന്നുണ്ട്. പെട്ടെന്ന് അവരെ കൊണ്ടുവിട്ടിട്ട് ഓടിപ്പോകാൻ പാടില്ല. ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് നല്ല സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പോവാം. ഞാനിപ്പോ സ്കൂളിൽ നിന്നൊക്കെ കാണുന്നതാണ്. പിന്നെ ചില പാരന്റ്സിന്റെ എത്ര കുട്ടി പറഞ്ഞാലും അവര് പോകില്ല. അവർക്ക് ഭയങ്കര ആൻസൈറ്റിയാണ്. അവർക്കാണ് ആൻസൈറ്റി ഉണ്ടാവാറ്. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാ? കുറച്ച് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ നോക്കാം. പിന്നെ നമ്മൾ പിന്നെ എന്ത് ചെയ്യേണ്ടതെന്നാ, പിന്നെ അവരെ കൂടെ നിന്നിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യുന്ന സമയത്ത് അവരോട് നമ്മൾ പറയാം എന്ത്? ഒരു ഉമ്മൊക്കെ കൊടുക്കുക. അത് നമ്മൾ ഒരിക്കലും മറന്നു പോലെ. ഫിസിക്കൽ ടച്ച് എപ്പോഴും മക്കൾസിനോട് കാണിക്കണം. ഒരു ഉമ്മം കൊടുത്തിട്ടും ഹഗ് ചെയ്തിട്ടൊക്കെ നമ്മൾ പോകാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ നമ്മളെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു അല്ലെ? അത് കൺട്രോൾ ചെയ്യുമ്പോൾ കൂടുതൽ ഓവർ ആക്കും. പിന്നെ നമ്മൾ മക്കളെ കണ്ടാലുണ്ട് നമ്മളൊരു ഇമോഷൻ ഓവർ ആക്ട് ചെയ്തിട്ട് നമ്മൾ എവിടെ നിന്നായാലും അതും കുറച്ച് കൺട്രോൾ ചെയ്ത് വെക്കുക. പിന്നെ സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ നോർമൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് കുട്ടിക്ക് ആവശ്യമുള്ളതാണ്. അപ്പൊ അതിന് നമ്മൾ ഓവർ ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അങ്ങനെ എന്താ കുട്ടിയുടെ ഇത് കൂടുതലായിട്ട് വരികയാണെങ്കിൽ, ഓവർ ആവുകയാണെങ്കിലാണ് ഇത് എന്തിലേക്ക് പോവാ? ആൻസൈറ്റി ഡിസോർഡറിലേക്ക് പോവാ. അപ്പൊ അത് ശ്രദ്ധിക്കണം. അങ്ങനെ എന്തെങ്കിലും അങ്ങനെയുള്ളവരുമായിട്ട് നമ്മൾ ഇപ്പോഴത്തന്നെ ഈ ഒരു സ്കൂൾ ടൈം തുടങ്ങിയാൽ തന്നെ നമുക്ക് 1 month ആവുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമ്മളൊന്ന് അതിനെ പറ്റിയ ഒരാളെ കൺസൾട്ട് ചെയ്യും വേണം. ഓക്കെ. പിന്നെ ഇത് വലിയൊരു വിപത്തിലേക്ക് പോകാനാക്കാണ്ട് വേഗം എന്താക്കുക? അതിനുള്ള പ്രിക്കോഷൻ എടുക്കുക വേണ്ടത്. പിന്നെ മെയിൻലി പിന്നെ കുട്ടികൾക്ക് ഈ ആൻസൈറ്റി കാണുന്നത് അടുത്തവര് അല്ലെ, നമ്മളെ അടുത്തുള്ളവര് മരിച്ചാല് അല്ലെ ഒരു പെറ്റ് ആനിമളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചില കുട്ടിയൊക്കെ ഉണ്ട്. പക്ഷെ അവര് നമ്മൾ വിചാരിക്കും സ്കൂളിൽ വരുന്നതായിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള വീട്ടിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അത് ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെ നമ്മൾ എന്ത് മക്കളോട് പറഞ്ഞിട്ടും സ്നേഹത്തോടെ പോയാൽ അവർക്ക് നമ്മളിൽ ഒരു വിശ്വാസം നമ്മൾ കൊടുക്കണം. നമുക്ക് എന്തിനും പപ്പയും മമ്മയും ഉണ്ടാവും. പിന്നെ നമുക്കിപ്പോ 2 മക്കൾസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരാളെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് അടുത്ത കുട്ടീന്റെ കൂടെ നിൽക്കണം. ചില അമ്മമാര് ഇളയ കുട്ടിയോടായിരിക്കും കൂടുതൽ എടുപ്പുണ്ടാവുക. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളിലെല്ലാം എന്താക്കുക? ഈ സെപ്പറേഷൻ ആൻസൈറ്റി കൂടുതൽ ഉണ്ടാവുക. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അവരെല്ലാ കാര്യങ്ങളിലും അവരെ കൂടെ നിന്നിട്ട് അടുക്കള ജോലി ചെയ്യുമ്പോൾ മോനെയും മോളെയും വിളിക്കുക. എന്താണെന്ന് വെച്ചാൽ പാരന്റ്സിന് കുറച്ച് ടൈം ഉണ്ടാവില്ലല്ലോ. അപ്പൊ സ്കൂളിലെ കാര്യങ്ങളൊക്കെ പറയാം. നമ്മൾ എന്തായാലും ടൈം കൊടുക്കണം. പിന്നെ ചിലയൊക്കെ സ്ട്രേഞ്ചർ ആൻസൈറ്റി ഉണ്ടാവും ചില മക്കളില്. അതും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ വീട്ടിൽ ഒരാൾ വരുമ്പോ എന്തെങ്കിലും ഉണ്ടോ നമ്മളെ മക്കളിൽ കാണിക്കുന്നുണ്ടോ? ഒരു പുതിയ ആൾക്കാരെ കാണുമ്പോൾ ഇപ്പൊ പുറത്തുള്ള ആളെ കാണുമ്പോൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ടൈമിനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കുട്ടികൾ എന്ന് വെച്ചാല് പിന്നെ അധികം പിരിഞ്ഞു നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത മക്കളാണ്. ഇപ്പൊ വലിയ മക്കളായാലും എന്റെ മോളായാലും അല്ല എന്റെ മോനായിക്കോട്ടെ, അധികം നമ്മളിപ്പോ ഒരു കോഴ്സിനൊക്കെ പോയാലും ഒരു 1 day ഒക്കെ ആവുമ്പോൾ അവർക്ക് നല്ല വിഷമാണ്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ളതൊക്കെ എന്താക്കുക? മാറ്റിവെക്കുക. കഴിവതും നമ്മൾ അവരുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിവതും ശ്രദ്ധിക്കാം. അതാണ് പാരന്റ്സ് മെയിനായിട്ട് ഇങ്ങനെ ചെയ്യേണ്ടത്. പിന്നെ ചില കുട്ടിക്ക് നാണം ഉണ്ട്. അപ്പൊ നമ്മൾ അവര് വെറും നാണം, ആളുകളുടെ മുന്നിൽ ആ നാണം പറയും. പക്ഷെ നാണം ഒരു ചെറിയൊരു നല്ല ഒരു മെക്കാനിസം ആണ്. അത് ആ കുട്ടികളിൽ നല്ലതാണ്. എന്താ വെച്ചാൽ വേഗം മറ്റുള്ളവരുമായിട്ട് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടും പുറത്തുള്ള ആളുകളോടൊന്നും അത്ര ഇടപഴകില്ല. അത് ചെറിയൊരു നല്ല ക്വാളിറ്റി തന്നെയാണ്. പക്ഷെ അതും കൂടുതലാവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം.
പിന്നെ ഒന്നിനും നമ്മൾ നിർബന്ധ ബുദ്ധി കാണിക്കരുത്. പിന്നെ ചില കാര്യങ്ങളുണ്ട് നമ്മൾ കുട്ടിക്ക് എല്ലാം ഓഫർ ചെയ്യും. സ്കൂളിൽ പോകാൻ ഒരാളും ഒരിക്കലും ഒരു സാധനം ഓഫർ ചെയ്തിട്ട് സ്കൂൾ ഒരു ദിവസം പോലും അയക്കരുത്. പിന്നെ നമുക്കുണ്ടോ ചില കാര്യത്തിൽ സ്കൂൾ എന്ത് ഉണ്ടായിക്കഴിഞ്ഞാലും പ്രശ്നമില്ല, കല്യാണം മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻട്രസ്റ്റ്. അപ്പൊ ആ കുട്ടിയുടെ 1 ഡേ പോവാണ്. അപ്പൊ ഒരു ലെറ്റർ ആണ് അവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ അത് അവന് നഷ്ടമായത് തന്നെയാണ്. അപ്പൊ കുറെ പാരന്റ്സ് ഉണ്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് കുറെ ഇൻട്രസ്റ്റ് കൊടുത്തു സ്കൂളിൽ വരാനും അതൊക്കെ എന്ത് കാണിക്കുന്നത്, അയക്കാനൊക്കെ ബുദ്ധിമുട്ട് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യണം, മെയിൻലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിച്ചിട്ട് കൂടുതൽ കുട്ടികൾ സ്കൂളിലൊക്കെ അയക്കാം. നമ്മളെ സ്റ്റഡീസിന് മുൻതൂക്കുന്നുണ്ട്. ആ ഫസ്റ്റ് ഡേ മുതൽ തന്നെ നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങണം. ചില ഒരു പാരന്റ്സ് ഇരിക്കൂല, ആ ചെറിയ മോനല്ലേ LKG-യിലായാലും നോ, നമുക്ക് ആദ്യം വേണ്ടത് ബേസ് ആണ്. അപ്പൊ നമ്മൾ അത് എവിടുന്ന് കൂട്ടി ഉറപ്പിക്കണം, ഈ LKG-ന്ന്. ABCD അല്ലേ പഠിപ്പിക്കേണ്ടത്? നോ, ABCD-യിലാണ് കുറേ ഉള്ളത്. അതിന്റെ ഫോണറ്റിക് സൗണ്ട് ആയാലും എന്തായാലും ഉള്ളത് മെയിൻ ആയിട്ട് ABCD-യിൽ ഇംഗ്ലീഷ്, അതങ്ങനെ മലയാളം എന്തുണ്ടായാലും നമ്മൾ ഫസ്റ്റ് ഡേ അവന് ഇൻട്രസ്റ്റ് കൊടുപ്പിക്കുക പഠിക്കാൻ വേണ്ടിയിട്ട്. നോക്കട്ടെ നിന്റെ ബുക്കിൽ എന്തൊക്കെ ന്യൂ ബുക്സിൽ ഉള്ളത്, ഇന്ന് മാം ഇതിൽ എന്തൊക്കെ പറഞ്ഞു തന്നോ, എന്നിട്ട് അവനോട് വെറുതെ കൈവച്ചിട്ട് ചോദിക്കും ഇത് എന്താണ്. ചിലപ്പോ ചില കുട്ടികൾ പറയില്ല, അപ്പം പറയും മമ്മക്ക് മറന്നുപോയി, മമ്മ പണ്ട് പഠിച്ചല്ലേ. അങ്ങനെയുള്ള ഓരോ ഇത് എടുക്കും അവരെന്താക്കും, നമ്മളോട് എല്ലാം പറയാൻ തുടങ്ങും. അങ്ങനെ ഓരോ ട്രിക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ മക്കളെ പഠിപ്പിലേക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. പിന്നെ ഈ സെപ്പറേഷൻ ആൻസൈറ്റി ഇല്ലാണ്ടാക്കാനുള്ള കുറേ കാര്യങ്ങൾ അല്ലെ, ഞാനിപ്പോ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാം. എന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഫസ്റ്റ് തന്നെ നമുക്കറിയാം അല്ലെ, മാറി നിൽക്കുമ്പോ അവർ കരയും. പക്ഷെ അത് വിചാരിച്ച് പിറ്റേ ഡേ നിങ്ങൾ സ്കൂൾ അയക്കാണ്ട് നിൽക്കോ? ഉണ്ട്, ചില പാരന്റ്സ് ഉണ്ട്, മാമി അവൻ അവിടെ ഒന്ന് കരയല്ലേ. ചില പാരന്റ്സ് 1 മാസത്തോളം ലീവൊക്കെ എടുപ്പിച്ച പാരന്റ്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ സ്കൂളിൽ എനിക്കൊരു അനുഭവം ഉള്ളതാണ്. അവർക്ക് കുട്ടീനെ അയക്കാനേ ഇഷ്ടമല്ല, പക്ഷെ അവൻ ക്ലാസ്സിൽ വന്നാൽ മാഷാഅല്ലാഹ് നല്ല മോണം, പക്ഷെ രാവിലെ കരയുന്നുണ്ട്. അവന്റെ പപ്പ പറയാണ്, മമ്മ പറയാണ്, മാം അവൻ കൊച്ചല്ലേ. എന്റെ സ്കൂളിൽ എന്ന് വെച്ചാൽ 3 years to 4 years ആണ് ഫസ്റ്റ് ബിഗ്നേഴ്സിനുണ്ടാ. അപ്പൊ പപ്പ വിടുന്നില്ല, മമ്മ പറയാ പപ്പ വിടുന്നില്ല മാം, ഞാൻ അയക്കുന്നില്ല. അങ്ങനെ അവർ അയക്കാണ്ട് നിന്നിട്ട് 3 months ആ മോൻ എങ്ങനെയൊക്കെ സ്കൂളിൽ വന്നു. ഫീസൊക്കെ അടച്ച മോനാട്ടോ. ആ 3 മാസം അവൻ വന്ന് പഠിക്കാനൊക്കെ തുടങ്ങി. അപ്പോഴാണ് മമ്മ പ്രഗ്നന്റ് ആയത്. ആ ചാൻസിന് അവന്റെ പഠിപ്പങ്ങ് ബ്ലോക്ക് ചെയ്തു നിർത്തി. അവർക്ക് റെസ്റ്റ് പറഞ്ഞു, കൊണ്ടുവിടാൻ കഴിഞ്ഞില്ല, മറ്റുള്ളവരുടെ അടുത്ത് അവൻ പോകുന്നില്ല. അത് എന്തുകൊണ്ടാണ്? ഈ ഒരു സെപ്പറേഷൻ ആൻസൈറ്റി ആ കുട്ടിക്കുള്ളതുകൊണ്ടാണ്. പക്ഷെ ആ മമ്മ മനസ്സിലാക്കില്ല. മമ്മ അതിനുള്ള ഒരു പ്രിക്കോഷൻസോ അല്ല ഒരു പ്രിപ്പറേഷനോ ഒന്നും എടുത്തിട്ടില്ല സ്കൂളിലേക്ക് വിടാനെന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ആക്കാൻ പാടില്ല. അപ്പൊ ആ കുട്ടീന്റെ ആ ഒരു നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. എന്നിട്ട് പിന്നെ അടുത്ത വർഷം എന്നോട് ചോദിക്കാം, മാം ഇനി എടുക്കുമോ? അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല, ബിഗ്നേഴ്സ് പഠിക്കാത്ത മോനെ ലെവൽ 1 നമുക്ക് സൂട്ടല്ല, ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ നമ്മൾ അപ്പൊ അവിടെ എന്ത് ചെയ്ത്, നമ്മളെ മക്കളെ ഭാവി അവിടെ ഒരു വർഷമാണെങ്കിൽ പോയി കിട്ടി അല്ലെ. ഇനി അവന് UKG-യിലേക്കല്ലേ പ്രിഫർ ചെയ്യുള്ളൂ. ഇപ്പൊ LKG-യുള്ള കാര്യങ്ങളൊക്കെ പോയില്ലേ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി മാമുമാരോട് ഈ ഉമ്മമാര് സംസാരിക്കും, ഇവൻ ഇങ്ങനെ പറയുന്നുണ്ട് അല്ലെ മോൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതിന് മാമുമാരപ്പം എന്തെങ്കിലും അവർക്ക് അറിയാലോ, കുറെ കാലമായിട്ട് പഠിപ്പിക്കുന്നില്ലേ, അവരെങ്ങനെയെങ്കിലും ഹൗ ടു ഹാൻഡിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ കുറച്ച് സ്നേഹത്തോടെ നമ്മളെ മക്കളെ ഇപ്പൊ ചില മക്കളുണ്ട് ലേറ്റ് ആയിട്ട് എഴുന്നേക്കുന്നു, മാം വരാൻ പറ്റുന്നില്ല, എഴുന്നേപ്പിക്കുക. അവരിപ്പോ 10 മണിക്ക് എഴുന്നേപ്പിക്കുക, 10:30 സ്കൂൾ എത്തിക്കുക. ലീവ് എടുക്കരുത്. ഇപ്പൊ ഇന്ന് ലീവ് എടുത്ത അവന് അതൊരു എന്തായി, ഇതായില്ലേ, പിന്നെ ഇനി അതൊരു വളവായി. എന്താ നാളെയും കൂടി അങ്ങനെ ചെയ്ത് എനിക്ക് സ്കൂളിൽ പോകണ്ട. പക്ഷെ അവര് സ്കൂൾ വരുന്ന ടൈമുള്ള നിങ്ങളെ വിട്ട് വരുന്ന ആ സെപ്പറേഷന്റെ ഇതേ ഉള്ളൂ. സ്കൂളിൽ വന്നിന് എല്ലാ മക്കളും മാഷാഅല്ലാഹ് ഫ്രീ ആണ്. ഇപ്പത്തെ മക്കൾസ് ഭയങ്കര മാഷാഅല്ലാഹ് ക്യൂട്ടായിട്ടുള്ള മക്കളാണ്, സ്ട്രോങ് ആണ്. അവരെ ചിന്തയൊക്കെ തോട്ട്സും എന്താ പറയണ്ടേ, അവർ നമ്മളോടൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിക്കാം. ഞാൻ ക്യാമ്പ് നടത്തിയപ്പോ എന്നോട് ഒരു കുഞ്ഞു മോൻ ചോദിക്കാം, മാം എന്തിനാണ് ക്യാമ്പ് വെച്ചത്, നമ്മളെപ്പോലത്തെ കുട്ടികളെ കളിപ്പിക്കാനാണോ? ഞാൻ പറഞ്ഞ അതേ സത്യമാണ്. എന്താന്ന് വെച്ചാൽ നിങ്ങൾ വീട്ടിലെത്തി കുസൃതി കളിക്കല്ലേ, മമ്മക്കോ പപ്പക്കൊക്കെ വിഷമാവല്ലേ, അതുകൊണ്ട് മാം നടത്തി. മാമിന്റെ ഫ്രണ്ട്സ് ആണ് നിങ്ങളെ മമ്മിയും പപ്പയും. അപ്പൊ എനിക്ക് ഇഷ്ടമല്ല എന്റെ ഫ്രണ്ട്സിന്റെ മക്കൾക്ക് അടി കിട്ടുന്നത്, അതുകൊണ്ടാണ് മാം തുടങ്ങിയത്. അപ്പൊ മാം എന്തിനാ ക്യാഷ് വാങ്ങിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സ്നാക്സ് തരണം, നിങ്ങൾക്ക് ഐറ്റംസ് ഒക്കെ കുറച്ച് പ്ലേ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ തരണം, പിന്നെ നിങ്ങളെ ടൂർ കൊണ്ടുപോകണം. മാഷാഅല്ലാഹ് എന്റെ ക്യാമ്പ് നാളെ തീരാണ്, ഞാൻ മക്കളെ ടൂർ കൊണ്ടാണ്. അപ്പൊ മഴ കാണുമ്പോൾ മക്കള് പറയും മാമേ മഴ ഉണ്ടാവോ നാളെ?
പിന്നെ പാർക്കിൽ പോകുമ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞു മാം അതിനൊരു ഐഡിയ കണ്ടിട്ടുണ്ട്, മാം സയൻസ് പാർക്കിൽ കൊണ്ടുപോകും, അവിടെ വേറൊരു ഐറ്റം കാണാം. അങ്ങനെ നമ്മൾ ഓരോ കാര്യത്തിലും അവരെന്ത് ചെയ്യാം, ഇങ്ങനെ പറഞ്ഞ് നല്ല മക്കളാക്കാം. പിന്നെ മെയിൻ ഒന്ന് പറയേണ്ടതെന്നുള്ളത് ഡെയിലി നൈറ്റിൽ ഒരു സ്റ്റോറി പറഞ്ഞു കൊടുക്കണം. പണ്ട് നമുക്ക് ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും പറഞ്ഞു കൊടുക്കും അല്ലെ സ്റ്റോറീസ്. എനിക്കൊക്കെ കുറെ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ മക്കളിൽ മാഷാഅല്ലാ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. അതിപ്പോ അവരിപ്പം വരെ പറയുന്നുണ്ട് ചില കഥകളൊക്കെ. അതേപോലെ നമ്മള് അല്ലെ സ്പിരിച്വൽ ആയതിലുണ്ട് എല്ലാ കാര്യങ്ങളും ഓരോ സ്റ്റോറീസ് ഉണ്ട്. എല്ലാ തോൽവിയുടേതും പറഞ്ഞു കൊടുക്കണം. മെയിനായിട്ട് എനിക്ക് ഇഷ്ടം തന്നെ ഫെയിലിയർ പറയാനാണ്. ഞാൻ എൻ്റെ മോള് സ്കൂൾ ടോപ്പർ ആയാലും അവര് പിന്നെ എന്ത് പറഞ്ഞു സ്റ്റുഡന്റ് ഓഫ് ദ ഇയർ കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു മാം അതിന്റെ ആവശ്യമില്ല, ബിക്കോസ് അവൾ പഠിക്കുന്ന കുട്ടിയാണ്, അവൾ ഏത് ടൈമും പഠിപ്പാണ്, അപ്പൊ അവൾക്ക് അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കാണ്ട് നിന്ന മകൻ അല്ലെ പഠിക്കാണ്ട് നിന്ന കുട്ടി കുറച്ചധികം ഒരു 10 മാർക്ക് വാങ്ങിയിട്ടുണ്ട്, അവന് കൊടുക്കും സ്റ്റുഡന്റ് ഓഫ് ദ ഇയർ. അല്ലാണ്ട് എന്റെ മകൾക്ക് കൊടുക്കണ്ട മാം, സോറി അത് പറഞ്ഞില്ല, എനിക്ക് വിഷമമുണ്ട്. എന്നോട് ഫോട്ടോയും കൊണ്ട് പോകാനാ പറഞ്ഞത്, ഞാൻ നിന്നിട്ടില്ല, ബിക്കോസ് അവൾ ഏത് ടൈമും പഠിക്കാണ്. പിന്നെ നമ്മളെ മക്കള് ചുമരിൽ എഴുതും അല്ലെ, വാൾസിൽ എഴുതും, പിന്നെ വരച്ചിടും. പുതിയ ന്യൂ വീട് എടുത്ത അമ്മമാർ സമ്മതിക്കില്ല, ബട്ട് സമ്മതിക്കണം. നിങ്ങളൊരു പെയിന്റ് അവിടെ വാങ്ങി വെച്ച എക്സ്ട്രാ, അതിൽ അവർ ഒരുപാട് വളർച്ചേന്റെ ആവശ്യത്തിനുള്ളതുണ്ട്. അതിൽ അവര് ഭാവി ഇതാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ ഒരു സൈൻ ചെയ്താല് നമ്മളെ സൈൻ കണ്ടില്ലേ സിഗ്നേച്ചർ, നമ്മളെ സിഗ്നേച്ചറിൽ എന്താ ഉള്ളത്, സിഗ്നേച്ചറിൽ നമ്മൾ മുഴുവൻ ഉണ്ട് എന്നാ പറഞ്ഞ അല്ലെ. ഇത് പറയുന്ന കേട്ടിട്ടുണ്ട്, നമ്മളെ സിഗ്നേച്ചർ നോക്കിയിട്ട് നമ്മൾ ആരാന്ന് പറയാൻ പറ്റും ചിലർക്ക്. അത് പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ സിമ്പിൾ ആയിട്ടുള്ള സിഗ്നേച്ചറാ. അപ്പാട് സാറ് പറയാ റസീന സിമ്പിൾ ബട്ട് ഹമ്പിൾ ആണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ അതെ മാഷാഅല്ലാ അങ്ങനാണോ. എന്നിട്ട് സാറെ സൈന എനിക്ക് കാണിച്ചു തന്നു, വലിയ സൈന. അപ്പാട് ഞാൻ സാറോട് എന്നെ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അപ്പാടോട് സാറോട് ഞാൻ സാർ ഒരു ഹാർഡ് മൈൻഡഡ് മാൻ അല്ലേ. അപ്പോൾ സാർ നിനക്ക് എങ്ങനെ തിരിഞ്ഞു, നമ്മുടെ സാർ എന്നെ പറഞ്ഞത് എന്റെ സിമ്പിൾ സൈൻ കണ്ടിട്ടാണല്ലോ, അപ്പം പിന്നെ അതിന്റെ ഒരു ബേസ് ആയിരിക്കുള്ള സിഗ്നേച്ചർ. അപ്പൊ അതുപോലെ നമ്മളെ മനസ്സിലാക്കുന്ന നമ്മളെ സിഗ്നേച്ചർ നമ്മളെ നെയിം അല്ല. അപ്പൊ നമ്മൾ എന്തൊക്കെ അത് നമ്മളെ മക്കളിൽ ഉണ്ടാവണം അല്ലെ. അതുകൊണ്ട് നമ്മൾ അവരെ കൂടെ നിൽക്കുക, ഒന്നും നോ പറഞ്ഞ് നെഗറ്റീവ് പറഞ്ഞിട്ട് അവിടെ തള്ളിക്കളയറ്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ടൈമാണല്ലേ അവര് ഈ ഒരു വളർച്ചയുടെ ടൈം. 4 to 10 വരെ അവർ ഒരുപാട് ക്വസ്റ്റ്യനും കൊണ്ടാ വരാം. അതിനെങ്ങനെയെങ്കിലും ആൻസർ പറയണം. മോശമല്ലാത്തടാ നീ പോടാ മാറി നിൽക്കണം, ഉമ്മാക്ക് പണിയുണ്ടല്ലോ, ഉപ്പാക്ക് പണി. ചിലപ്പോ കുറച്ച് വിദ്യാഭ്യാസം കുറഞ്ഞ പാരന്റ്സ്, എന്നാൽ അവരവിടെ നിൽക്കാൻ പഠിക്കണം. മക്കളോട് ഞാൻ പറഞ്ഞു തരും അമ്മ കുറച്ച് ബിസിയിലാണ്, എന്നിട്ടുണ്ടോ അറിയുന്ന ആളോട് ചോദിക്കാല്. ഇപ്പൊ എല്ലാം ഗൂഗിളിൽ സെർച്ച് ചെയ്യാലോ. എന്നാൽ അവര് മുമ്പിൽ നമ്മൾ തോറ്റു നിൽക്കരുത്. അറിയില്ല എന്ന് പറഞ്ഞു. ചില പാരന്റ്സ് ഉണ്ട് വിദ്യാഭ്യാസം ഇല്ല, കുറച്ച് കുറവായിരിക്കും, ഒരു 10th ഒക്കെ വിദ്യാഭ്യാസം തന്നെ ആണല്ലോ. 4th പഠിച്ച പാരന്റ് ആയാലും അത് വിദ്യാഭ്യാസം തന്നെയാണ്. പക്ഷെ നമ്മൾ ബോൾഡായി നിന്നിട്ട് ആ മക്കളോട് പറഞ്ഞു നിർത്തണം, എനിക്ക് പറ്റും. ഞാൻ ടീച്ചർ ആവുന്നതിന് മുമ്പ് എൻ്റെ മോൻ പറഞ്ഞത് അമ്മക്ക് അവിടെ വന്നിട്ട് എൻ്റെ സ്കൂളിൽ ടീച്ചർ ആയിക്കൂടെ, ഉമ്മ പഠിക്കാത്ത ലേഡി ആയോണ്ടല്ലേ. പക്ഷെ ഞാൻ PGDC വരെ കോഴ്സ് അന്നേരം ചെയ്യുന്ന ഒരു ടൈമായിരുന്നു. അപ്പൊ അവനത് അറിയുന്നില്ല എന്ന് തോന്നുന്നു. അപ്പാട് ഞാൻ അത് എൻ്റെ ടാലി പഠിച്ചതും ഫോറിൻ അക്കൗണ്ടിങ് പഠിച്ചതിൽ ഫയൽസ് ഉണ്ടല്ലോ കൊടുത്ത്. എപ്പാട് എൻ്റെ മോൻ എൻ്റെ ഉമ്മ ഇത്ര പഠിച്ചാ കേട്ടാ. നമ്മൾ അവരോടെ നിൽക്കുമ്പോ അവരത് അറിയുന്നില്ല, നമ്മളെ വിദ്യാഭ്യാസം അവരറിയുന്നില്ല, അവര് മനസ്സിലാക്കുന്നില്ല. അവർക്ക് നമ്മൾ എന്ത് അവരെ സ്വന്തം ഉമ്മയാണ്, എന്ത് പറയാ എന്ത് ചെയ്യലേ. ചില മക്കൾ നമ്മൾ അടിക്കൊക്കെ ചെയ്യും, പക്ഷെ അത് നമ്മൾ ഏൽക്കും. എന്തുകൊണ്ടാ, പക്ഷെ അടിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കണം, അമ്മമാരെ അടിക്കാൻ പാടില്ല അല്ലെ. അപ്പൊ ഇതെല്ലാണ് നമ്മൾ അവരിൽ കൂട്ടിക്കൊണ്ട് വരേണ്ടത്. ഇങ്ങനെയുള്ള ഓരോ സ്വഭാവ ഗുണങ്ങൾ നമ്മൾ ശരിയാക്കി കൊടുക്കുക. അവർക്ക് തെറ്റ് പറ്റി അവരെ കൂടെ നിൽക്കുക. പക്ഷെ കൂടെ നിൽക്കുമ്പോൾ അവർക്ക് ആ തെറ്റ് എന്തായിരുന്നു ആദ്യം പറയാം, മോൻ അങ്ങനെ ചെയ്തു പോയി അല്ലേ പോട്ടെ എന്ന് പറയാം. പിന്നെ ഉറങ്ങാൻ പോകുമ്പോഴാണ് ഇതിന് നല്ല ടൈം. 1 മണിക്കൂർ എൻ്റെ ഇതില് സ്ലീപ്പിങ്ങിന് 1 മണിക്കൂർ പപ്പയോ മമ്മയോ അടുത്ത് കടത്തിയിട്ടായിരിക്കണം അവരെ ഉറക്കേണ്ടത്. കടത്തിയിട്ട് വെറുതെ ഉറക്കലല്ല, നിങ്ങളെ സ്റ്റോറീസ് നിങ്ങൾക്ക് ഉണ്ടാവും അല്ലെ. ഉമ്മി ഉപ്പയാന്ന് റോൾ മോഡലാണ്. അപ്പൊ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, നല്ല നല്ല കാര്യങ്ങളുണ്ട്. അല്ലാണ്ട് ചില ആളുണ്ട് ജോക്കായിട്ടുള്ള കാര്യങ്ങളും തോൽവി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനല്ല, നമുക്ക് പറ്റിയ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. പക്ഷെ അതിന്റെ കൂടെ അവർക്ക് ഫെയിലിയർ വന്നാൽ നിൽക്കാനുള്ളത് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ അല്ലേ ആത്മഹത്യ പ്രവണത ആദ്യം കൂടിക്കൂടി വരികയാണ്.
ഓരോന്ന് കേൾക്കും ഭയങ്കര സങ്കടം. അല്ലെ എക്സാം ടൈമൊക്കെ ഇപ്പൊ SSLC എക്സാമിന് വരെ കണ്ടു. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കൊടുക്ക, തോറ്റോട്ടെ. ഞാൻ പറയും മക്കളോട്, കോപ്പി അടിച്ചിട്ട് ജയിച്ചിട്ട് വരണ്ട, തോറ്റോട്ടെ, കുഴപ്പമില്ല, ഉമ്മ അത് സമ്മതിച്ച് അക്സെപ്റ്റ് ചെയ്തു, എനിക്ക് കുഴപ്പമില്ല. അപ്പൊ അതുപോലെ നമ്മൾ നിൽക്കണം അവരോട്. അവർക്ക് നാളെ തോറ്റാലും നമ്മളോട് വന്ന് പറയാൻ പറ്റണം, ജയിച്ചാലും വന്ന് പറയണം. അതുപോലെ ടെൻഷൻ ഉണ്ടായാലും പറയാൻ പറ്റണം. അതുപോലെ തന്നെ ഈ സെപ്പറേഷൻ ആൻസൈറ്റി പറയുന്നതിന്റെ നമ്മൾ ഈ ചെറിയ മക്കൾസിലുള്ള കാര്യങ്ങൾ പറഞ്ഞു അല്ലെ, അതല്ലേ ഇങ്ങനെ നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. അതേപോലെ നമ്മളെ മക്കളെ നമ്മൾ ഹോസ്റ്റലിൽ വിടുകയാണ്, അവിടെ വലിയ സെപ്പറേഷൻ വരുന്നുണ്ട്. അത് നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ട്? നമ്മൾക്ക് വലിയ മക്കളായില്ലേ, അവിടെ നടക്കും ഭയങ്കര നൊസ്റ്റാൾജിയ ഫീലിംഗ് ആണ്. ഒരു ഡാൽക്കറി കിട്ടുമ്പോഴേ അല്ലെ ഒരു ഇറച്ചിക്കറി കിട്ടുമ്പോഴേ അവരെപ്പോഴും നമ്മളെ പാരന്റ്സിനെയാണ് ഓർക്കുക അല്ലെ. അപ്പൊ അവിടെ എന്താ, അവർ നാട്ടിൽ വന്നു കഴിഞ്ഞാല് അല്ലെ ഫോണിൽ വിളിക്കുമ്പോൾ അവർ നല്ല സ്നേഹമായിരിക്കും, പക്ഷെ നാട്ടിൽ വന്നാൽ അതിൽ കൂടുതൽ നമ്മളെ കാണിക്കണം. വന്നു കഴിഞ്ഞാൽ ഹഗ് ചെയ്യുക കേട്ടോ, എല്ലാരും മക്കളെ ഹഗ് ചെയ്യുക, തല തടവുക ഒക്കെ ചെയ്യണം. ആൺകുട്ടികളോട് പ്രത്യേകം നല്ല സ്നേഹം കാണിക്കണം. എന്താ ഹഗ്ഗൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ള മോശത്തരത്തിനൊന്നും അവര് പോവില്ല, നമ്മൾ ഡെയിലി ഒന്ന് ഹഗ് ചെയ്യാം. ഞാൻ എന്റെ മോനെ അങ്ങനെ ഇടയ്ക്കിടെ മുത്തിക്കൊണ്ടിരിക്കും. എന്തിനാന്നറിയാം, അവന് പുറത്ത് പോകുമ്പോൾ വരുമ്പോ ഒക്കെ മുത്തും. അപ്പൊ ഇതിനിടയ്ക്ക് അവൻ ആ ട്രിക്ക് പഠിച്ചു. എന്താ 23 വയസ്സായിരിക്കാണ്. ഇത് എന്തിനാ ചെയ്യുന്നത് എനിക്ക് ഇപ്പൊ മനസ്സിലായത്. എന്താന്ന് വെച്ചാൽ മൂപ്പറും പിന്നെ ഇങ്ങനെയുള്ള സൈക്കോളജി ക്ലാസ് ഒക്കെ കേൾക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ അവൻ അപ്പൊ ഇതായിരുന്നല്ലേ ട്രിക്ക്. ഞാൻ പറഞ്ഞ എല്ലട വാച്ചു, രണ്ടുണ്ട്, ഉമ്മാക്ക് രണ്ടാ കിട്ടിയിട്ടുണ്ട്. ഒന്ന് മോനെ സ്നേഹിക്കാൻ ഒരു അവസരം, പിന്നെ മറ്റൊന്ന് മോനെ എന്തിലെങ്കിലും പെടുന്നുണ്ടോ അല്ലെ. പിയർ ഗ്രൂപ്പ്സിലൂടെ ഇപ്പൊ കുറെ പ്രശ്നം, അതുകൊണ്ട് അങ്ങനെയുള്ളതൊന്നും ഉണ്ടാകണ്ട. പിന്നെ ഇങ്ങനെ പറയും കാണാം, കുട്ടികളെ ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നത് നമ്മൾ ഒരിക്കലും വിലക്കാൻ പാടില്ല, പക്ഷെ അവരോട് പറഞ്ഞു കൊടുക്കാം, നിന്റെ ഫ്രണ്ട് ഏതെങ്കിലും മോശത്തരത്തിലുള്ള മോനാണെങ്കിൽ അവനിൽ നിന്നൊന്ന് അകന്ന് മാറി, അവൻ അറിയരുത്, നീ ഒന്ന് മെല്ലനെ വെലിഞ്ഞാ മതി എന്ന് പറഞ്ഞു കൊടുക്കാം. അല്ലാണ്ട് നമ്മൾ ആദ്യം എന്താ പറയാ, നമ്മളെ ഫ്രണ്ട്സിന് കുറ്റം പറയാം, നീ അവന്റെ കൂടെ കൂടിയിട്ടാണ് എനിക്കിപ്പൊ ഷൗട്ട് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെയുള്ള ആൻസൈറ്റി ഉണ്ടായാലും ചെറിയ മക്കളും ഷൗട്ട് ചെയ്യും, ദേഷ്യപ്പെടും ഒക്കെ ചെയ്യും, വലിയ മക്കൾസും ചെയ്യും. അപ്പൊ അതും നമ്മൾ എന്തൊക്കെ ഒന്ന് കെയർ ചെയ്തിട്ട് അവരെ കൂടെ നിൽക്കാം. ഓക്കെ ഇൻഷാ അല്ലാ. പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള ടൈമില് ഞാൻ ഇപ്പൊ ഒരുപാട് സംസാരിച്ചെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നമ്മളെ ഇതിൽ ഇൻവോൾവ് ചെയ്യാണ്ട് നമ്മളെ ഈ ഒരു ജേർണിയില്, ലൈഫ് ജേർണിയില് മക്കൾസായിട്ട് കൂട്ടുകൂടുമ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റി ടൈം അവരെ കൂടെ ചെയ്യുക. ഇതൊക്കെ പിന്നെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ് ഈ ആൻസൈറ്റി എന്നും. അത് കൂടുതലായിട്ട് ഓവറായിട്ട് കാണിക്കുമ്പോൾ അതിന്റെ പരമായിട്ടുള്ള സൈക്കോളജിസ്റ്റ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നല്ല എഡ്യൂക്കേഷൻ കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ. അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും, അവരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മടിക്കരുത്. നമ്മളെല്ലാറ്റിനും നമ്മൾ എപ്പോഴും ഇപ്പൊ നമ്മളെ മക്കള് സ്പീച്ചിന്, സംസാരത്തിന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ മറ്റുള്ളവർ പറയാനാക്കരുത്, പോയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. ഇത് ചോദിക്കുക, ഡോക്ടർ ഇത് ഏത് ഡോക്ടറെ കാണിച്ചാലാണ്, ഇത് ഏത് സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചാലാണ് ഇതൊന്ന് മാറാം. അങ്ങനെ ആയിരിക്കണം എന്തിനു. പിന്നെ നമ്മളെ മക്കൾ അത്രയും വിശ്വസിച്ചിട്ട് എന്റെ മോനെ ഒന്നുമില്ല, അത് കുറച്ച് വലുതായി ശരിയായിക്കോളും, നോ. നമ്മൾ ടീച്ചേഴ്സിനൊക്കെ തിരിയുന്നതാണ് നമ്മൾ പറയേണ്ടി വന്നിട്ടുണ്ട്. എന്താ നമ്മുടെ അടുത്ത് എത്തുമ്പോൾ 3 years ആവുന്നുണ്ട്, പക്ഷെ 2 years അവര് നന്നായിട്ട് പ്രൊണൗൺസ് ചെയ്യുന്നുണ്ടോ നോക്കണം. അപ്പൊ അതൊക്കെ ഇതിൽ വരുന്നതാണ്. മക്കള് മാറി നിൽക്കുന്നതോട് ഉമ്മമാർക്കും ഉണ്ടാവും നല്ല സബ്മിഷൻ ഇത് ഉണ്ടാവും, ആൻസൈറ്റി ഡിസോർഡർ ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അതൊക്കെ മാറ്റി വെച്ചിട്ട് മക്കൾസിന് എല്ലാം ഫസ്റ്റ്ലി പറഞ്ഞു കൊടുത്തിട്ട് അവരിൽ അതിലേക്ക് കൊണ്ടുവരാം. പിന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഡിഫക്റ്റ് അത് നമ്മളെ മക്കളിൽ ഉണ്ടെങ്കിൽ വേഗം കണ്ടുപിടിച്ചിട്ട് അതിനുള്ള എന്താണ് ചെയ്യാൻ പറ്റുക, അതിനുള്ള മാർഗങ്ങൾ ചെയ്യുക. ഓക്കെ. പിന്നെ പഠിപ്പിന്റെ കാര്യത്തിലായാലും റെമഡിയൽ ട്രെയിനിങ് തന്നെ വന്നത് എന്താന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മളെ മക്കള് പഠിക്കും, അവനെല്ലാം അറിയാം, പക്ഷെ മാർക്സ് ഉണ്ടാവില്ല. അത് എന്തുകൊണ്ടാ, അവൻ അറിയുന്നില്ല ഇംഗ്ലീഷ് എങ്ങനെ ഇത് വായിക്കണം അല്ലെ, എങ്ങനെ അത് പ്രൊണൗൺസ് ചെയ്യണം എന്ന് അറിയാത്തോണ്ടാ. അപ്പൊ അവര് വായിക്കൂല, റീഡിങ് അവർക്ക് ഉണ്ടാവില്ല, എഴുതി കിട്ടണല്ലോ. അപ്പൊ നമ്മൾ RED റെഡ് ആണ്, പക്ഷെ അവൻ മകന് ആറും D ആയിട്ട് അവൻ റെഡ് എന്ന് വായിക്കും, പക്ഷെ അതിന്റെ ഇടയിൽ വരുന്ന E അറിയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ഫോൾട്ട് ഉണ്ട്. പക്ഷെ ആ റെഡ് ആറും D എഴുതിയാല് അത് തെറ്റന്നല്ലേ, അപ്പൊ മാം മാർക്ക് കൊടുക്കോ സ്കൂളിൽ ഇല്ല. അങ്ങനെയാണ് ചില കുട്ടികൾ പിന്നോക്ക അവസ്ഥയിൽ വരുന്നത്. അപ്പൊ അതിനും ഇപ്പൊ പ്രിക്കോഷനും ഇങ്ങനെ റെമഡിയൽ ട്രെയിനിങ് എല്ലാം ഉണ്ട്.
കോഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടും നമ്മളെ മക്കളെ പ്രിപ്പയർ ചെയ്യുക ശ്രദ്ധിച്ചിട്ട്. അതൊക്കെ വേഗം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആകുമ്പോൾ തന്നെ കണ്ടുപിടിച്ചിട്ട് അതിനും വേണ്ട എന്തൊക്കെയാ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ചെയ്യാം. അങ്ങനെ ഞാൻ സാർ എന്റെ ക്ലാസ് ഇവിടെ നിർത്താണ്. വിംബിൾ അക്കാഡമിന്റെ ഇതിലാണ് ഞാൻ വന്നത്, ട്രെയിനേഴ്സ് ഒക്കെ ചെയ്തത്. മാഷാഅല്ലാ നമ്മളെ ഫൈസൽ സാറിന് അതിന് ഞാൻ ദ്വായിൽ ഉൾപ്പെടുത്തുന്നു, നിങ്ങളെല്ലാവരും ദ്വായിൽ ഉൾപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാ ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എല്ലാവർക്കും മുന്നോട്ട് വന്ന് ചോദിക്കാം. ഹലോ. താങ്ക് യു റസിന മാം. ഇറ്റ് വാസ് എൻ അഡോറബിൾ സെഷൻ. നല്ലൊരു സെഷൻ ആയിരുന്നു. നമ്മുടെ സെപ്പറേഷൻ ആങ്സൈറ്റി എന്നുള്ള ഒരു വിഷയത്തില് ഒരു നല്ലൊരു എനർജറ്റിക് ആൻഡ് മാറ്റർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ടോക്കാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് നമ്മൾ കുട്ടികളോട് പെരുമാറേണ്ടത്, നമ്മൾ ഇൻട്രോ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുമായിട്ട് നമുക്ക് ഏറ്റവും ആനന്ദം നൽകുന്ന ഒരു കാര്യമാണ് കുട്ടികളോടൊപ്പമുള്ള നിമിഷങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഏറ്റവും അധികം മാതാപിതാക്കൾ പ്രയാസപ്പെടുന്നതും ഈ കുട്ടികൾ കൊണ്ട് തന്നെയാണ്. ഇപ്പോ ഇന്നലെ ആയിക്കഴിഞ്ഞാലും മിഞ്ഞാന്ന് ആയിക്കഴിഞ്ഞാലും ഒക്കെ ഒത്തിരി പാരന്റ്സ് നമ്മൾ ബന്ധപ്പെട്ടതും ഇതൊക്കെ ഇതുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികൾ, അവരുമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും, അവരുമായിട്ടുള്ള ഒരു ഉണ്ടാക്കാനൊക്കെ പറ്റും. പക്ഷെ എന്നിരുന്നാൽ പോലും എവിടെയെങ്കിലും നമ്മുടെ പാരന്റിങ്ങില് എവിടെയെങ്കിലും ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക് തീർച്ചയായിട്ടും അത് പിന്നീട് നമുക്ക് അതെങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് ഒരു പക്ഷെ നമ്മുടെ ലൈഫ് പോലും അല്ലെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്കൊക്കെ പോകാൻ സാധ്യതകളുണ്ട്. അവിടെ നമ്മുടെ മുമ്പിൽ കാണുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും നമ്മൾ കൊടുക്കുന്ന എന്ത് സാധനങ്ങളായിക്കോട്ടെ എല്ലാം ഒരു മിതമായിട്ടുള്ള രീതിയിലായിരിക്കണം. അമിതമാകുമ്പോൾ തീർച്ചയായിട്ടും അവരിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ചിലപ്പോൾ മറ്റു പലതും ആയിരിക്കും. അപ്പൊ ആ രീതിയിലായിരിക്കണം നമ്മൾ പാരന്റിങ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പൊ ഈ ഒരു സെഷൻ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓഡിയൻസിൽ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതേപോലെ തന്നെ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ പറയാനുള്ള അവസരമാണ്. സോ ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഓഡിയൻസിന്, പാർട്ടിസിപ്പൻസിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ചോദിച്ചോളൂ കേട്ടോ. മൻസൂർ സാർ പറ. മാഷാ അല്ലാഹ്, വളരെ നല്ല സെഷൻ ആയിരുന്നു. എസ്പെഷ്യലി ഈ പുറകില് വരുന്നവർക്ക് ഒന്ന് മുന്നോട്ട് നടക്കാനുള്ള വഴി കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഇൻസ്പിറേഷൻ, അത് ചുമ്മാ വായിച്ചു പറയുക എന്നുള്ളതിനേക്കാൾ ഉപരി പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു അത്. എസ്പെഷ്യലി ഇപ്പം നമ്മളുടെ മക്കളെ ഒരു ഫീഡ്ബാക്കിനെ കുറിച്ച് നമ്മൾ അനുഭവിച്ച് പഠിച്ച് മനസ്സിലാക്കി ചില കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഉപരി ഒരു പ്രിൻസിപ്പൾ ആയിരിക്കുമ്പോൾ ഒരുപാട് കുടുംബങ്ങളിൽ ഒരുപാട് കുട്ടികളെ കണ്ട് അത് ഈ ഫീൽ ചെയ്ത് അനുഭവിച്ചിട്ടുള്ള ഒരുപാട് നല്ല കണ്ടന്റുകളായി മാറിയിരുന്നു. തീർച്ചയായിട്ടും ഫീൽ ചെയ്ത് വരുന്ന കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും അത് പലർക്കും ഉപകാരപ്പെടുന്ന ഒന്നായിട്ട് തന്നെ അത് വരുമെന്ന് തന്നെയാണ്. വളരെ നല്ല സെഷൻ ആയിരുന്നു. സന്തോഷം. താങ്ക് യു മൻസൂർ സർ. നെക്സ്റ്റ് ആരാണ്? ചോദിച്ചോളൂ, ചോദ്യങ്ങൾ വരട്ടെ. ചോദ്യങ്ങൾ അധികം ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ചോദ്യങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ചോദിക്കാം. വളരെ റെലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് വലിയ ആളുകൾക്ക് പോലും സെപ്പറേഷൻ ആങ്സൈറ്റി ഉണ്ടാവാറുണ്ട് അല്ലേ മാം? നമ്മള് ഇപ്പോ ഈ ഗൾഫിലേക്കൊക്കെ പോകുമ്പോൾ ചില ആളുകൾ ഫീൽ ചെയ്യാറുണ്ട് ഇങ്ങനെ. ചില ആളുകൾക്ക് നാട് വിട്ട് കുടുംബം വിട്ട് ഗൾഫിലേക്കൊക്കെ പോകുന്ന സമയത്ത് ചില ആളുകൾക്ക്, പക്ഷെ കൂടുതലും കണ്ടുവരുന്ന കുട്ടികളിലാണ്. പക്ഷെ എന്നിരുന്നാലും വലിയ ആളുകളിൽ ഇതേപോലെ തന്നെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ലോങ് ആയിട്ട് അതെ. മാത്രമല്ല അവര് അവിടെ പോയതിനു ശേഷം അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത ചില സാഹചര്യം. മൻസൂർ സാർ അല്ലേ? തീർച്ചയായിട്ടും ഞാനത് പിന്നെ
കുട്ടികളായതുകൊണ്ട് ഇവിടെ അതെ നമ്മൾ ഒരുപാട് കാണാറുണ്ട്. ഹോം സിക്നെസ് എന്നുള്ളൊരു അതെ ഇഷ്യൂ കാരണം അതെ നല്ല അതെ ജോലികൾ, വളരെ നല്ല ജോലികളായിരിക്കാം, പക്ഷെ അവർക്ക് പ്രൊബോഷൻ പീരീഡ് കവർ ചെയ്യാനുള്ള ഒരു അത് വേറെ ട്രെയിനിങ് ഏരിയയാണ്. പിന്നെ അത് ആ അതെ ഒരു അതെ ഏരിയ കവർ എന്ന് പറയുന്നത് അത് അവരുടെ നെക്സ്റ്റ് 20 yearsന്റെ ഒരു എനർജി കിട്ടുന്ന ഒരു ഒരു ട്രെയിനിങ് മേഖലയാണ് ട്രെയിനേഴ്സിന്റെ ഇടയിലൊക്കെ. പക്ഷെ അത് ഗൾഫിൽ ഉണ്ടായിരുന്നുകൊണ്ട് അതിന്റെ ഒരുപാട് ഫീഡ്ബാക്കുകൾ അറിയാവുന്നതായിരിക്കും. പക്ഷെ ആ ഒരു അതെ ഏരിയയിൽ ആവശ്യമാണ് ശരിക്കും. അതെ 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 6 മാസം എന്തായാലും എടുക്കും ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ അതെ ഗൾഫിലൊക്കെ പോയാല് അതെ ഇത് ഉറപ്പാണ്. ചെറുപ്പത്തിലേ കിട്ടുന്ന ഒരു ശീലാണ്. ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ തന്നെ ചിലപ്പോൾ നമ്മളൊന്ന് വീട്ടില് 2 ദിവസം നമ്മളുടെ ഉമ്മാടെ വീട്ടിൽ കൊണ്ടാക്കുക, അല്ലെങ്കിൽ ഉപ്പാടെ വീട്ടിൽ നിർത്തുക, അല്ലെങ്കിൽ ഒരു കസിന്റെ വീട്ടിൽ നിർത്തുക. പണ്ടൊക്കെ അങ്ങനെ കൂടുതലായിട്ടൊക്കെ നമ്മളൊക്കെ ഒരുപാട് നിന്നിട്ടുണ്ട് അങ്ങനെ. പക്ഷെ ഇന്നത്തെ ധാരാളം. ചിലപ്പോൾ കുട്ടികളിൽ അങ്ങനെ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. അപ്പൊ അവർക്ക് അങ്ങനെ നിൽക്കാനുള്ള ഒരു സാഹചര്യം കിട്ടുന്നില്ല. ഒരു മാക്സിമം നമ്മുടെ കൂടെ നിൽക്കട്ടെ എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഒരു മണിക്കൂർ വേറെ സ്ഥലത്താക്കാം, 2 മണിക്കൂർ വേറെ സ്ഥലത്താക്കാം, അങ്ങനെയൊക്കെയുള്ള ട്രെയിനിങ്ങുകൾ നമ്മൾ കൊടുത്ത് സ്കൂളിലേക്കൊക്കെ പറഞ്ഞയക്കുന്ന സമയത്ത് അവർക്ക് അത്ര ഫീലിംഗ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ വളർന്ന ഒരു കുട്ടിയെ അല്ലെങ്കിൽ അങ്ങനെ വളർന്ന സാഹചര്യത്തിൽ നിന്ന് ഒരു മുതിർന്ന ഒരു ആളാകുന്ന സമയത്തൊക്കെ ഇത്തരം സെപ്പറേഷൻ ഒക്കെ കുറെ കൂടി കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ അല്ലാത്ത സാഹചര്യങ്ങളിൽ വളരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ അവർക്ക് പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യം വളരെ വിശേഷിച്ച് ചിലപ്പോൾ ഒറ്റ കുട്ടിയൊക്കെ ആണെങ്കിൽ ഒരുപാട് കെയറിങ്ങും കരുതലും ഒക്കെ കൊടുത്ത് വളർത്തി വരുന്ന സമയത്ത്, ഒറ്റ കുട്ടിയൊക്കെ ആണെങ്കിൽ ഒരു കുട്ടി, അതേപോലെ തന്നെ 2 കുട്ടി, 3 കുട്ടി, ഇങ്ങനെയൊക്കെ ആകുന്ന സമയത്തൊക്കെ പാരന്റിങ് വ്യത്യാസപ്പെടുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. ആ രൂപത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പിലേക്ക് പോകാം. ഹലോ 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 റസീന മാം, ഞാൻ ആത്തിക്കയാണ്. ആത്തിക്ക പറയൂ. ഞാൻ ഈ കണ്ടില്ലേ? ക്ലാസ് തുടക്കത്തിലൊന്നും കേട്ടിട്ടില്ല, ഞാനൊരു യാത്രയിലാണ്. ആണോ? എന്തായാലും കുഴപ്പമില്ല. ഞാൻ പകുതി മുതൽ കേട്ടത്. എന്തായാലും അടിപൊളി ക്ലാസ് ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. താങ്ക് യു ഞാൻ മുഴുവൻ കേട്ടിട്ട് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണ്ട്. ഓക്കെ താങ്ക് യു. സൂപ്പർ ക്ലാസ് ആയിരുന്നു കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. ഞാൻ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാലോ അപ്പോഴല്ലേ. താങ്ക് യു ഓക്കെ ഓക്കെ, താങ്ക് യു. പറഞ്ഞു. നേരത്തെ മാം എപ്പോഴും നമ്മള് കുട്ടികൾ വീട്ടിൽ വരുന്ന സമയത്തും സ്കൂളിൽ പോകുന്ന സമയത്തും എപ്പോഴും ആ ഒരു ഹഗ് ചെയ്തിട്ടും അതുപോലെ തന്നെ ആ ഒരു റാപ്പ് എപ്പോഴും ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന രീതി, അത് കുറെ മുന്നോട്ട് മുതിർന്നു വരുമ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ലോകത്തിന്റെ ഏത് മുക്കുമൂലയിൽ പോയാലും എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, ആ ഒരു കടിഞ്ഞാണ് കൃത്യമായിട്ടുണ്ടായിരിക്കും. പക്ഷെ മറ്റൊരു വേർഷൻ നേരത്തെ സാറ് പറഞ്ഞ പോലെ അവർക്ക് അവരുടെ ജീവിതത്തിന്റെ ഒറ്റക്ക് മുന്നോട്ട് കൈകാര്യം ചെയ്യേണ്ട ഘട്ടങ്ങളിലൊക്കെ ചില സമയത്ത് അവർക്ക് അത് ഈ പറയുന്ന വിദേശങ്ങളിൽ ജോലി എടുക്കേണ്ട സമയങ്ങളിലൊക്കെ അത് കഴിയാതെ പോകില്ല. അപ്പൊ അത്തരം സിറ്റുവേഷന് വേണ്ട നല്ലൊരു സൊല്യൂഷൻ എന്തായിട്ടാണ്, ഏത് പ്രായം വരെ നമ്മൾ ഏത് രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യണം, കുട്ടികളെ അത്ര കണ്ട് കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്? സാറ് ഇപ്പൊ സാറിന് എത്ര വയസ്സുണ്ടാവും? സാറിന് ഉമ്മ ഉണ്ടെങ്കിൽ ഹഗ് ചെയ്തോട്ടെ, സാറും ചെയ്തോട്ടെ. ഇതില്ല. ഞാൻ പറഞ്ഞല്ലോ, ഫിസിക്കൽ ടച്ച് മെയിൻ ആണ് മക്കൾസിന്റെ കാര്യം. അത് നമ്മളെ മക്കളെയാണ്. ഇപ്പൊ നമ്മളിപ്പോഴാണ് ശരിക്കും അവർ കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് വരെ മോളായാലും മോനായാലും നമ്മൾ ടച്ച് ചെയ്യും അല്ലെ. പക്ഷെ എന്റെ ഇതില് ഞാൻ പറയാം, അവരുടെ വൈഫ് ഉണ്ടായാലും എന്നാ മോളുടെ ഹസ്ബൻഡ് ഉണ്ടായാലും നമ്മളെ മക്കള് വന്നാൽ നമ്മളെ ഹഗ് ചെയ്യണം. നമ്മളത് ആർക്കില്ല, നമ്മള് തന്നെയാണെന്നുള്ള ഇതില് വെച്ചാൽ നമ്മൾ മറ്റുള്ള മക്കൾ അങ്ങനെ ചെയ്യാൻ പറ്റോ? ഇല്ല. നമ്മളെ മക്കളെ ചെയ്യാൻ പറ്റും. അതിൽ ക്ലോസ് കോണ്ടാക്ട് തന്നെയാണ്. ചില ആള് നമ്മൾ പറയുന്നുണ്ടല്ലോ, കുറച്ച് ഏജ് കഴിഞ്ഞാൽ ഉമ്മാനും ഉപ്പാനെയും നോക്കുന്നില്ല. പക്ഷെ ഈ ഹഗ്ഗിന്റെ ഇതില് എല്ലാ ഇത് അവര് വന്നത് നമ്മളെ ബ്ലഡ് അല്ലേ, അതിന്റെ ഒരു ഇതുണ്ട്. അപ്പൊ അവരൊന്നും ചെയ്യില്ല. എത്ര മരിക്കുന്നവരെ അവര് നമ്മൾ നോക്കും. അങ്ങനെയാണ്. അങ്ങനെ സാറ് വിശ്വസിച്ചിട്ട് സാറിന്റെ മോനെയായാലും മോളെയായാലും ഹഗ് ചെയ്യുക. അതേപോലെ തന്നെ ഒന്ന് പറയാൻ പറഞ്ഞേ, ഹസ്ബൻഡിനെ വൈഫും പുറത്ത് പോകുന്ന ടൈം മക്കളെ മുന്നിൽ നിന്ന് ഒരു ഹാൻഡ് ഷെയ്ക്ക് ഹാൻഡ് അല്ലെ, നമ്മളെ പാപങ്ങൾ പുറത്തു തരുന്ന പറയുന്നത്. ആ ഇതില് അതും കൂടി ഒന്ന് കുട്ടികളെ മുന്നിൽ നിന്ന് കാണിച്ചു കൊടുക്കാം. ഓക്കെ, അതിൽ കൂടുതൽ വേണ്ട, ഇത് ഹാൻഡ് ഷേക്ക്. അപ്പൊ അതില് അവരൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെ, വൈഫ് ഹസ്ബൻഡ് ഒരു ഫ്രണ്ടാണ് എന്ന് അവരുടെ കൂടെ ഉള്ള ആളാണെന്നുള്ളത് കുട്ടികളുടെ മനസ്സിൽ വരും. പിന്നെ ഹഗ് ചെയ്യും, ഇതെന്റെ ഉപ്പയും ഉമ്മയും എന്നെ ഹഗ് ചെയ്യും, ഇത്രയും
ഇത് ഹോൾഡ് ചെയ്ത് പിടിക്കുള്ളൂ എന്നുള്ളതും അവർക്കുണ്ടാവും. ഈ ഗൾഫ് നാട്ടിലൊക്കെ പോയി ചില പറയുന്ന കേട്ട് ചിലവര് ഞാൻ പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഉമ്മാക്ക് പൈസ അയക്കൂല അല്ലെ ഉപ്പാക്ക് പൈസ അയക്കൂല. പക്ഷെ അത് എന്തുകൊണ്ടാണെന്നറിയാം, ഇങ്ങനെയൊന്നും ചെയ്യാത്തോണ്ടാണ്. ചിലവര് സാറ് പറഞ്ഞ പോലെ പറയുന്ന കേട്ടിട്ടുണ്ട്, എന്റെ ഉമ്മ എന്നെ അങ്ങനെ നോക്കിയിട്ടില്ല, എന്റെ ഉപ്പ എന്നെ അങ്ങനെ കെയർ ചെയ്തിട്ടില്ല, അവർക്ക് നമ്മൾ അവിടെ എത്തി നമ്മളെ പൈസയെ വേണ്ടു എന്നൊക്കെ പറഞ്ഞ് ഞാനൊക്കെ ഒരുപാട് എന്റെ ഫ്രണ്ട്സ് തന്നെ പറയുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ചെയ്താൽ ഈ മക്കൾ അങ്ങനെ പറയില്ല. അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഈ മക്കൾക്ക് ഇനി പറയാൻ വോയിസ് ഇല്ല അല്ലേ? നമ്മൾ ഡെയിലി അതേപോലെ അവര് എന്റെ മോനൊന്നും ആദ്യം എന്നോട് പോട്ടേന്ന് ചോദിക്കാറില്ല. മാഷാ അല്ലാ ഇപ്പൊ ഒരു 2 വർഷമായിട്ട് മോനെ എന്നോട് ചോദിക്കാണ്, ഉമ്മ ഞാൻ പോവാണ് ഇറങ്ങാണ്. ഇങ്ങനെ പറയുമ്പോ ഇറങ്ങണേ. പിന്നെ അവന് ജോബിന് ജോബിന്റെ ഇപ്പൊ ഇത് ശ്രദ്ധിച്ചു പോകുന്നുണ്ട്, ഇന്റർവ്യൂവിന് ഇതിനൊക്കെ. ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞു. അപ്പൊ മൂപ്പർക്ക് വയസ്സ് കുറച്ച് കൂടുതലാണ്. ഗൾഫിൽ പോയിട്ട് അത് ഇതായി പോയിട്ടുണ്ടായിരുന്നു, എക്സാം എഴുതാൻ പറ്റാതെ. അപ്പൊ മൂപ്പർ പോകുന്ന പോക്ക് എന്നോട് ഇന്റർവ്യൂവിന് നമുക്ക് ഷെയ്ക്കാൻ്റെ വാങ്ങിയിട്ടാ പോയത്. മാഷാ അല്ലാ പിന്നെന്താ വേണ്ടേ സാറ്? അപ്പൊ അതാണ്, അവരൊക്കെ ഓട്ടോമാറ്റിക്കലി നമുക്ക് തരാൻ തുടങ്ങും. നമ്മൾ കൊടുക്കേ വേണ്ടു. നമ്മൾ ചെറുതിലെല്ലാം കൊടുത്ത് അവർക്ക് കൊടുക്കണ്ടേ. പക്ഷെ ഓവറായിട്ട് നമ്മൾ എന്ത് ചെയ്യാറ്, അത് വാങ്ങിച്ചത് ഇത് ഓഫർ, അത് ഞാനൊന്നും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. SLCക്കും ഞാനൊന്നും വാങ്ങിക്കൊടുത്തില്ല, ഡിഗ്രി കഴിഞ്ഞിട്ടും വാങ്ങിച്ചു കൊടുത്തില്ല. അങ്ങനെ ഒന്നും. നീ മോനിക്ക് വേണ്ടിയിട്ടാ മോൻ പഠിക്കുന്നത് അല്ലെ മോക്ക് വേണ്ടിയിട്ടാ പഠിക്കുന്നത്, നിങ്ങൾ പഠിച്ചേ പറ്റൂ, പഠിക്കാൻ കുറച്ച് ടൈം കണ്ടെത്തും. അതാ ഞാൻ പറഞ്ഞ, നമ്മൾ LKG മുതൽ അരമണിക്കൂർ അവരെ പഠിക്കാൻ നല്ല ബുക്ക് എടുക്കണം. ബുക്ക് എടുത്ത് ഇരുത്തിയാൽ മതി. അപ്പൊ അവർ ഓട്ടോമാറ്റിക്കലി അവർ റീഡും റൈറ്റും ഒക്കെ ചെയ്തു. അത് സാർ ചെറുതിലേ പഠിച്ചാല് അല്ലെ, ചുട്ടയിലെ ശീലം ചുടല വരെയതല്ലേ. സാർ ഹഗ് ചെയ്തോ സാറെ മോനി മോളെ, ആ ടൈമും ഇതൊന്നും നോക്കണം, നിങ്ങളതാണ് അല്ലെ. നമ്മളെ അമാനത്ത് നമുക്ക് അല്ല തന്നതാ. ഇല്ലാത്തവർക്ക് എത്ര വിഷമിക്കുന്നുണ്ട്. അപ്പൊ ഉള്ളപ്പോ നമുക്ക് ചെയ്തൂടെ, അതിനൊന്നും ഒരു റെസ്ട്രിക്ഷനും വെക്കണ്ട. ഇൻഷാ അല്ലാ. കൂടുതലായി പോയോ? ഇല്ലല്ല, ഹലോ. തീർച്ചയായിട്ടും വളരെ നല്ല ആൻസർ ആയിരുന്നു. തീർച്ചയായും അതില് നേരത്തെ പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് കറക്റ്റ് ആണ് അത് ശരിക്ക്. പക്ഷെ ഇവിടെ ഞാൻ ഇവിടുത്തെ ഒരു പെർസ്പെക്റ്റീവിലാണ് ചിന്തിക്കുന്നത് കേട്ടാ. ഇവിടെ വരുന്ന ആ ഒരു 2 കേസിൽ വരാലോ. ഒന്ന് ഉമ്മയോടുള്ള എന്തെന്നില്ലാത്തൊരു കടിഞ്ഞാണ്. എപ്പോഴും നല്ലതാണത്. അത് അവരെവിടെ പോയാലും ഒരു തെറ്റിലേക്കും പോകാൻ അവരെ പ്രേരിപ്പിക്കില്ല. എന്റെ ഉമ്മ എന്നുള്ളൊരു വിളി ഉള്ളിലുണ്ടാവും. അത് ഉപ്പ കൊടുത്താൽ ആവാറുണ്ട്. പക്ഷെ അവിടെ വേറെ വേർഷനും വരുന്നത്, ഇവര് ജോലിയിലേക്ക് വരുമ്പോൾ അവര് സെൻസിറ്റീവ് ആവുന്നുണ്ട് പലപ്പോഴും. ഒന്നുകിൽ ഒരു ഇപ്പൊ അടുത്ത് കല്യാണം കഴിഞ്ഞ ആളുകൾക്ക് ഒരുപാട് ആ സമയത്ത് ഉണ്ടാവുന്ന സ്നേഹബന്ധത്തിൽ വന്നിട്ടുള്ള ഒരു സിക്നസ് കയറി വരുന്നു. അപ്പം ജോബില് ഒരു പക്ഷേ ഡിഫറെന്റ് വേവ്സ് ആയിരിക്കുമല്ലോ. ഒരു സൈൻ വേവ് ആയിരിക്കും ജോബ് എന്ന് പറഞ്ഞാൽ. കയറി ഇറങ്ങിയിരിക്കണം. അപ്പൊ അവിടെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എപ്പോഴും ഈ ഒരു ഹോം സിക്നസ് ഒന്നുകിൽ ഉമ്മയായിരിക്കും അല്ലെങ്കിൽ വൈഫായിരിക്കും. ഈ ഒരു സിറ്റുവേഷൻ അത് എങ്ങനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു എക്സാക്ട് സൊല്യൂഷൻ എവിടെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത് എന്നത് ഇവിടുത്തെ ഒരു പെർസ്പെക്റ്റീവ് കേട്ടോ. നാട്ടിലത്തെ ഇവിടെ വരുന്ന ഒരുപാട് ഉണ്ട്. കാരണം അവരുടെ ഇല്ലാതാവുന്നത്. എന്നിട്ട് അവർ ഗൾഫില് അത് നമ്മൾ മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അതില് നമുക്ക് ആക്സെപ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ ജെൻസിന് എനിക്ക് തോന്നുന്നത്, ലേഡീസിനൊക്കെ നമ്മളെല്ലാം ആക്സെപ്റ്റ് ചെയ്തിട്ട് കുറച്ച് മാറി നിൽക്കും അല്ലെ, നമ്മളത് ഉൾക്കൊണ്ട് നിൽക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ജെൻസ് അങ്ങനെയെല്ലാം തോന്നുന്നു. പെട്ടെന്ന് അവർക്ക് അത് പറിച്ചു മാറ്റുമ്പോൾ നല്ല ഇത് വിഷമമുണ്ട്. അപ്പൊ അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഇപ്പൊ സാറിപ്പോ നാട്ടിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ അല്ലെ നാട്ടിലേക്കല്ല ഗൾഫിലേക്ക് വരികയാണ്. അപ്പൊ അവിടെ ഇങ്ങനെയൊക്കെ എനിക്ക് ടെൻഷനൊക്കെ ആവുമല്ലോ എന്നുള്ള ഇതില് വൈഫോട് അതിനെപ്പറ്റി സംസാരിക്കുക. വാതോരാതെ സംസാരിക്കില്ല, എനിക്കൊരു വിഷമവും ഉണ്ടാവില്ല, എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, നിങ്ങളൊന്നും അവിടെ ഇല്ലെങ്കിൽ ഞാനത് മാനേജ് ചെയ്യും. പിന്നെ ഇപ്പൊ നമുക്ക് ഫോണൊക്കെ ഉണ്ടല്ലോ സാറേ, വീഡിയോ കോള് വിളിക്കാം. അങ്ങനെ നമ്മൾ സംസാരിക്കണം. ചിലവർ ഉള്ളിൽ വെച്ചിട്ടാണ് ഹെർട്ട് അറ്റാക്ക് ഒക്കെ വരുന്നില്ലേ മെയിൻലി. അപ്പൊ എല്ലാം തുറന്ന് സംസാരിക്കാൻ വൈഫോട് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. എന്നുവെച്ചാൽ അവരറിയുമല്ലോ നിങ്ങൾ ഇമോഷൻസ്, നിങ്ങളോട് നല്ല സ്നേഹമാണ്, ഉമ്മാനോട് നല്ല. അതുപോലെ ഉമ്മ വിളിച്ചാൽ അങ്ങനെ പറയാ, ഇവിടെ തന്നെ പറയാൻ തുടങ്ങാം. അപ്പൊ ചില ജെൻസ് ഉണ്ട് നാട്ടിൽ നിന്ന് പോകുമ്പോ വെയിറ്റ് പിടിച്ച് നിൽക്കും. എന്റെ മൂപ്പരൊക്കെ അങ്ങനാ, 2 ദിവസം പനി പിടിച്ച പോലാണ്, മിണ്ടത്തില്ല. ഞാനൊന്ന് നോക്കിയാൽ കണ്ണൊന്ന് നിറയും, അങ്ങനൊക്കെ ഉള്ളതാണ്. അപ്പൊ അത് അപ്പൊ ഞാനിങ്ങനെ പറയും, കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് ജോബിന് പോയല്ലേ പറ്റൂ, പിന്നെ നിങ്ങൾ പറ്റുവാണെങ്കിൽ ഇവിടെ നിന്ന് നോക്ക്, പോണ്ട നിർബന്ധമില്ലല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതി. വൈഫിനോട്, സാറിന്റെ വൈഫോട് പറഞ്ഞാൽ മതി, നിങ്ങൾ പോണ്ട ഇവിടെ നിന്നോ, കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് തന്നെ പോണം, നല്ല സന്തോഷത്തിൽ, നമുക്കൊക്കെ ജോബിന് വേണ്ടിയിട്ടാണല്ലോ പോണം, നമുക്ക് നമ്മളെ നോക്കണം. അങ്ങനെയുള്ള സാറ് മൈൻഡിൽ കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. നമ്മൾ തന്നെ നമ്മളെ ശരിയാക്കണം അല്ലേ സാർ?
അല്ലെ? സാർ അവളെ പഠിപ്പിച്ചിട്ടില്ല അല്ലെ? എന്ത് ടെൻഷൻ ആയാലും എന്ത് ചെയ്താലും നമ്മളൊക്കെ ബാക്കിൽ നിന്ന് കുത്തിത്തരും. ഇങ്ങനെ കോച്ചിങ് ആണ് അല്ലെ? സ്ക്രൂജിന്റെ ഇത് കണ്ട. അപ്പൊ ചെയ്യേണ്ടത് നമ്മളാണ് അല്ലെ? നമ്മളെ മാറേണ്ടത്. അപ്പൊ നമ്മൾ തന്നെ തീരുമാനിക്കുക. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നമ്മൾ ഓക്കെയാണ്, നമുക്ക് കുഴപ്പമില്ല. പിന്നെ നമ്മളെ പാരന്റ്സും നമ്മളെ ഇതില്ലേ ഫാമിലി ഒക്കെ നമുക്കുള്ളതാണ്. ഇതൊരു നമ്മളൊരു സിറ്റുവേഷൻ മാത്രമാണ് അല്ലെ? ഒരു അവസ്ഥ മാത്രമാണ്. അത് നമുക്ക് വേണ്ടെന്ന് വെച്ചിട്ട് വരാനും പറ്റും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ അത് അങ്ങനെ നിൽക്കുക, അങ്ങനെ വിചാരിക്കുക കേട്ടോ. അല്ലാണ്ട് വേറെ വഴിയില്ല അതിന്. പിന്നെ കുറച്ച് ആക്ടിവിറ്റീസ് എക്സസൈസ് ഒക്കെ ചെയ്യുക, ഓരോ കാര്യത്തിൽ ഇൻവോൾവ് ആവാം. സാർ ചിത്രങ്ങളൊക്കെ വരച്ചോ, അപ്പൊ നല്ല വൈഫിന്റെ പോർട്രേറ്റും അങ്ങനെയൊക്കെ കിട്ടാൻ തുടങ്ങും, നല്ല നല്ല ഫ്ലവേഴ്സ്. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ ഈ പെന്നൊക്കെ വരച്ച് പഠിച്ചോ. ഓക്കെ, അങ്ങനെയുള്ള ഇതിൽ ഇൻവോൾവ് പിന്നെ നമ്മൾ ഇൻഡൾജ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഇൻവോൾവ് ചെയ്ത് അത് നമ്മൾ പൊരുത്തപ്പെട്ട് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ. ഓക്കെ, സോ നമ്മൾ വൈൻഡപ്പിലേക്ക് പോവാണ്. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല എന്ന് കരുതുന്നു. സോ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, മനസ്സിലാക്കി. അത് നമ്മുടെ ലൈഫിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ നമ്മൾ ഇന്നത്തെ ട്രെയിനർ സ്റ്റോക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുന്നു. വ്യാഴാഴ്ച ട്രെയിനർ സ്റ്റോക്കിന്റെ 32ാമത്തെ എപ്പിസോഡിൽ ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ള ഒരു ടോപ്പിക്കിലായിരിക്കും നമ്മുടെ ചർച്ച ഉണ്ടാവുക. 7 മണിക്കാണ്, വ്യാഴാഴ്ച 7 മണിക്ക്. അപ്പോൾ എല്ലാവരും പങ്കെടുക്കാൻ പ്രത്യേകം നിങ്ങളെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്ത റസീന മാമിനെ എല്ലാവിധ സന്തോഷങ്ങൾ അറിയിക്കുന്നു. വളരെ നന്നായിട്ട് തന്നെ ഒരു വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ബൈ ബൈ, ഗുഡ് നൈറ്റ്. Okay, thank you. Good night to all. Thank you all.